മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഋഷിവര്യന്മാർക്ക് പറയാനുള്ളത്. കേനോപനിഷത്ത് എന്ന ഒരു ഉപനിഷത്ത്, പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്ത്. അവിടെ ഋഷിഷ്യൻ ചോദിക്കുന്നത് കേനേഷിതം പദ്ധതി പ്രേരിതം മനസ്സാരാൽ പ്രേരിതമായിട്ടാണ് പല വിഷയങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ പതഞ്ജലി യോഗസൂത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധന, ചിത്തവൃത്തികളെ നിരോധിക്കുന്ന. ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ ആദ്യം തന്നെ കൊടുക്കുന്ന ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ടപരന്ത, മനസ്സിന്റെ ദൗർബല്യമാണ്. ഇപ്പൊ ഹിന്ദു മതം മനസ്സിന്റെ മതമാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എന്തിന്റെ മതം? മനസ്സിന്റെ മതമാണ് ഹിന്ദു മതം. മനസ്സിലായില്ലേ? മനസ്സിനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം മനുഷ്യന്റെ സകല ദുഃഖങ്ങളും വിഷമങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ ഇവിടെ ഉള്ളത് മനസ്സിലാണുള്ളത്. ഇതിനെ എങ്ങനെ പരിഹരിച്ചു മുന്നോട്ട് പോവാം എന്നറിയണമെങ്കിൽ കൂടുതൽ ഏതിനെക്കുറിച്ച് അറിയണം? മനസ്സിനെ കുറിച്ച് അറിയണം. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ഒരു അറിവ് തരാനാണ് നമ്മുടെ ഋഷിവര്യന്മാര് ഈ ഗ്രന്ഥങ്ങളും ആചരണങ്ങളും വെച്ചത്. അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയിൽ പറയും, നിങ്ങൾ ചില ശ്ലോകങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഭാഗവതത്തിൽ ഒരു ഉൾക്കാഴ്ച നമുക്ക് വളരെ വ്യക്തമായിട്ടത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ, അതായത് 11-ാം സ്കന്ധത്തില് 3-ാമത് അധ്യായത്തില്, ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 3-ാമത് അധ്യായത്തിൽ നവയോഗി സംവാദം പറയുമ്പോൾ അവിടെ പറയും, നവയോഗി സംവാദത്തില് ഇത് വരുന്നത് 3-ാമത്തെ അധ്യായത്തില് 43, 44, 45 ശ്ലോകങ്ങളാണ്. പറയണം, പരോക്ഷവാദോ വേദോയം. ഈ പുരാണങ്ങളും അതുപോലെ തന്നെ വേദങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആചരണങ്ങളൊക്കെ പരോക്ഷവാദങ്ങളാണ്. പരോക്ഷം എന്നൊരു വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. പ്രത്യക്ഷമായി കാണുന്നത് വിശ്വസിച്ചു പോകരുത്. പ്രത്യക്ഷമായി കാണുന്നത് തന്നെയാണ് സത്യമെന്ന് കരുതരുത്. അപ്പൊ പ്രത്യക്ഷമായി ഒന്ന് കാണുന്നു, പക്ഷെ അതിന്റെ പരോക്ഷമായതിനെ നിങ്ങൾ കാണണം, എടുക്കണം. അതായത് പ്രത്യക്ഷമായിട്ട് കാണുന്നത് അതുപോലെ വിശ്വസിച്ച് വിഴുങ്ങി പോവരുത് എന്നർത്ഥം. പരോക്ഷം പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷമായി ഒന്ന് പറയുന്നു, പക്ഷെ പരോക്ഷമായി ഉദ്ദേശിക്കുന്നത്, പരോക്ഷം എന്നൊരു വാക്കിന് എന്താ അർത്ഥം? അർത്ഥം മനസ്സിലാവില്ലേ? പരോക്ഷമായത് ഉള്ളിലുള്ളത്, അതായത് പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റാത്തതിനെയാണ് എന്ത് പറയുക? പരോക്ഷം എന്ന് പറയുക. അപ്പൊ പ്രത്യക്ഷമായി കാണുന്നതിനെ അതുപോലെ കണ്ട് നിങ്ങൾ പോവരുത്. അതിൻ്റെ ഉള്ളിലൊരു പരോക്ഷമായ സത്യമുണ്ട്. അതാണ് നമ്മൾ അതിൽ നിന്നും എടുക്കണം. പരോക്ഷവാദോ വേദോയം. അപ്പൊ ഈ ഭാഗവതം അതുപോലെ കേട്ട് വിഴുങ്ങി പോകരുത്. അതിൻ്റെ ഉള്ളിലുള്ള പരോക്ഷമായ സന്ദേശങ്ങളെ, തത്വങ്ങളെ എടുക്കണം. ക്ഷേത്രങ്ങളിലും പോയി അങ്ങനെ തൊഴുതു പോകരുത്. ആ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുടെ പിന്നിലുള്ള പരോക്ഷമായ തത്വത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ബാലാനാം അനുശാസനം. അപ്പൊ എന്തിനാ ഈ പ്രത്യക്ഷം പരോക്ഷം എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കണത്? കാരണം ബാലാനാം, നമ്മള് പ്രത്യന്ന് നമുക്ക് പരോക്ഷമായതിനെ ഗ്രഹിക്കാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ട് പ്രത്യക്ഷമായി ഒന്ന് വെച്ച് അതിലൂടെ നമ്മളെ പരോക്ഷത്തിലേക്ക് അവര് നയിക്കുകയാണ്. പക്ഷെ എന്ത് പറ്റിച്ചാൽ ഈ പരോക്ഷമായത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവര് ഈ പ്രത്യക്ഷമായതിൽ അതിൽ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് കർമ്മമോക്ഷായ കർമാണി വിദത്തെ ഗൃഹദം യഥാ നാചരേത്യസ്തു വേദോക്തം സ്വയമജ്ഞോ അജിതേന്ദ്രിയ. അതായത് ഇത് മനസ്സിലാക്കാതെ, ഈ പരമമായ സത്യത്തെ മനസ്സിലാക്കാതെ നിങ്ങൾ അന്ധമായി എന്താചരിച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് ഭാഗവതം തുറന്നു പറയാൻ. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, നമ്മളെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ധാരാളം നമുക്ക് വിഗ്രഹാരാധനകള്, ഇനിയിപ്പോ നോക്കൂ, ഗണേശ് ചതുർത്ഥി ഫെസ്റ്റിവൽ വരികയാണ് അല്ലേ? അപ്പൊ ഈ ഗണേശ് ചതുർത്ഥിയൊക്കെ വരുമ്പോൾ ഗണേശ് ഭഗവാൻ എന്ന് പറയുന്നത് ആനയുടെ തലയുള്ള ഒരു ദൈവം.
പ്രാക്ടിക്കലി സാധ്യമാണോ അത്? മനുഷ്യന്റെ കഴുത്തിന്റെ മുകളിൽ ആനയുടെ തല നിൽക്കുമോ? ഇന്നിപ്പം യുക്തി കൊണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണത്. ആണോ? ആനയുടെ കഴുത്തും മനുഷ്യന്റെ കഴുത്തും ഒരുപോലെയാണോ? അപ്പൊ മനുഷ്യന്റെ കഴുത്തിന്റെ മുകളിൽ ആനയുടെ കഴുത്ത് എങ്ങനെ വെക്കും എന്ന് ചോദിച്ചപ്പോ അതിനെന്താ ഉത്തരം? ഇല്ലേ? അതുപോലെ തന്നെ ഗണപതി ഭഗവാനാണെങ്കിൽ യാത്ര ചെയ്യുന്ന വാഹനം എലിയും. കേമയില്ലേ? നിങ്ങൾ നോക്കൂ, പരമശിവന്റെ ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ കൂടിയിരിക്കുക. ഒരു ഫാമിലി ഇന്നിപ്പോ അങ്ങനെയൊക്കെയാണല്ലോ, എല്ലാവരും ഒന്നിച്ചു കൂടെ ഫാമിലി മീറ്റിംഗ്, എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ അവിടെ മൊത്തം കലഹായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും വാഹനം വേറൊന്നിന് എതിരാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയില്, പരമശിവന്റെ മേല് മുഴുവൻ പാമ്പ്. ഈ മയിലിന് പാമ്പിനെ കണ്ട ഇളക്കം വരുമോ? ഇനി അത് പോട്ടെ, പാമ്പിന് എലിയെ കണ്ട ഇളക്കം വരുമോ? പാമ്പിന് എലിയെ കണ്ട ഇളക്കം വരുമോ? ആലോചിച്ച് നോക്ക്, ഇവരൊക്കെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ വീട്ടില് പ്രശ്നമാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിനൊക്കെ പുറമെ കാളയും. ആരുടെ വാഹനം? പാർവതീ ദേവിയുടെ വാഹനമായി വെച്ചിരിക്കുന്നത് പാർവതീ ദേവിയുടെയാണോ പരമശിവന്റെയാണോ? പാർവതീ ദേവിയുടെ അല്ല, പരമശിവന്റെ വാഹനമാണ്. നടന്ന് നിങ്ങൾ കേട്ടിരുന്നത്. പാർവതീ ദേവിയുടെ വാഹനം സിംഹം അല്ലെങ്കിൽ പുലി. ഈ രണ്ട് രൂപത്തിലൊക്കെയാണ് സങ്കല്പങ്ങൾ. പുലി അല്ലെങ്കിൽ ദുർഗയാണെങ്കിൽ സിംഹാണ് അല്ലേ? ദുർഗയെ സിംഹത്തിന്റെ മുകളിലും, അല്ലെങ്കിൽ ചില ദേവീ സങ്കല്പങ്ങളൊക്കെ പുലിയുടെ സങ്കല്പമാണ്. ഈ സിംഹവും കാളയും കൂടി അടുത്ത് നിന്നാലോ എല്ലാം മൊത്തത്തിൽ പ്രശ്നം. അപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ വച്ചിരിക്കുന്നത്? ഇതിനൊക്കെ പിന്നിൽ എന്താണ് യുക്തി? അപ്പൊ മനസ്സിലാക്കണം, പരോക്ഷവാദം. ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. ഇതിന്റെ പിന്നിൽ പരോക്ഷമായൊരു സന്ദേശമുണ്ട്. ഈ പരോക്ഷം മനസ്സിലാക്കാതെ പ്രത്യക്ഷം കണ്ട് തൊഴുതു പോയിട്ട് പറയൂ കാര്യമില്ല. നമുക്ക് ഗീതയിലൂടെ ഇത് മനസ്സിലാക്കുകയും വേണം. നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ 18-ാം അധ്യായത്തില് 55-ാം ശ്ലോകം ഗീതയിൽ പറയും. 18-ാമത് അധ്യായത്തിൽ 55-ാം ശ്ലോകത്തിൽ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. അവിടെ പറയും, ഭക്തിയാ 18-ൽ 55 18-ൽ 50 ഭക്തിയാ എന്താണ്? ഭക്തിയാമാം അഭിജാനാതി യാവാന്യശ്ചാനി തത്വത. എന്നെ തെറ്റിക്കരുത് അമ്മേ, എന്റെ മുഖത്ത് തൂക്കിയിട്ട് അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ. ഭക്തിയ എന്താ പറഞ്ഞ? ഭക്തിയാമാം അഭിജാനാതി യാവാനി അശ്ചാനി തത്വത. ഇനി അടുത്ത വരിയാണ് ഇമ്പോർട്ടന്റ്. തതോ മാം തത്വതോ ജ്ഞാത്വാണ്. വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ആ വാക്ക് കൃഷ്ണൻ ഉപയോഗിച്ച തതോ മാം തത്വതോ ജ്ഞാത്വാന്നാണ്. ജ്ഞാത്വ. ശ്രദ്ധിക്കുക, വാക്ക് ശ്രദ്ധിക്കുക. ജ്ഞാത്വ, ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അറിയും അർത്ഥം? ജ്ഞാനം, അറിവ്. ജ്ഞാത്വം എന്ന് പറഞ്ഞാൽ അറിയുക. അപ്പൊ കൃഷ്ണൻ പറഞ്ഞത് തന്നെ കാണാനല്ല പറയുന്നത്. കാണാനല്ല കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ അറിയുക എന്നൊരു വാക്ക്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കാണുന്ന കാഴ്ചയ്ക്ക് പിന്നിൽ അറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട്. കാഴ്ച പ്രത്യക്ഷവും അറിവ് പരോക്ഷവും. ഏത് വിഗ്രഹത്തിന്റെയും പിന്നിലൊരു പരോക്ഷമായൊരു കുട വന്നില്ല, ഒരറിവുണ്ട്. ഈ അറിവിനെ അറിയാതെ പ്രത്യക്ഷമായി കണ്ട് കാഴ്ചയും കണ്ടു പോയിട്ട് അവർക്ക് പറയൂ കാര്യമില്ല. കാരണം ഇവിടെ കൃഷ്ണൻ അതാ പറയണത്, തതോ മാം തത്വതോ ജ്ഞാത്വ. നിങ്ങൾ താത്വികമായി എന്നെ അറിയൂ എന്നാണ്. ഇവിടെയാണ് നമ്മുടെ ഹിന്ദു മതത്തിന് ഒരു ലിങ്ക് വിട്ടുപോയത്. കാരണം നമ്മൾ കാഴ്ച കാണുന്നുണ്ട്, അമ്പലത്തിലൊക്കെ പോയി വിഗ്രഹങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള പരോക്ഷമായ തത്വത്തെ നമ്മൾ ആരും അറിയുന്നില്ല. ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. ശാസ്ത്രത്തിൽ പറഞ്ഞത് വെറുതെ കണ്ടു തൊഴുതു പോകരുതെന്നാണ്. ശാസ്ത്രത്തിൽ പറയുന്നത് ഗീതയിൽ 7-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം ഈ കോണ്ടെക്സ്റ്റിൽ നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. 7-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം. ഗീത പഠിക്കണം. ഗീത പഠിച്ചാലേ നമുക്ക് എന്താണ് ആത്മീയത എന്നറിയുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടന്മാരെ പോലെ തൊഴുതു പോവാം. വ്യത്യാസമൊന്നും ഉണ്ടാക്കില്ല. വെറുതെ നമുക്ക് തൊഴുതു പോവാം. പക്ഷെ അതല്ല അമ്പലം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഗീത പഠിക്കുന്ന വേണം. അവിടെ നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ പറയുന്നത് ഇത് ഇത്തിരി കോൺട്രഡിക്ഷനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊരു വലിയ വിവാദമായിട്ടുള്ളതാണ്. എന്താ പറയുന്നത്? അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദ മമഭൂതമഹീശ്വരം എന്നാണ് ശ്ലോകം. എന്താ പറയണത്? അവ്യക്തം, അവ്യക്തമാണ് ഞാൻ. അപ്പൊ അവ്യക്തം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? പ്രത്യക്ഷമായത് വ്യക്തമാണ്, പരോക്ഷമായത് അവ്യക്തമാണ്. അവ്യക്തം മാം, മാം അവ്യക്തം, ഞാൻ അവ്യക്തമാണ്. അവ്യക്തം എന്ന വാക്കിനർത്ഥം ഞാൻ പറഞ്ഞു, വ്യക്തമല്ലാത്തത് എന്ന അർത്ഥത്തിൽ എടുക്കരുത്, സൂക്ഷ്മമായത് എന്ന അർത്ഥത്തിൽ എടുക്കണം. എന്താണ്? വളരെ സൂക്ഷ്മമായ ഞാനാകുന്ന തത്വത്തെ അത് അറിയാൻ ശ്രമിക്കാതെ വ്യക്തിമന്യന്തേ, നിങ്ങൾ എന്നെ വ്യക്തിയായി കണ്ട്, അതായത് പരോക്ഷ രൂപത്തിൽ കണ്ട് നിങ്ങൾ തൊഴുതുപോയാൽ അബുദ്ധയാ. നിങ്ങൾ ആരായി? ഇപ്പൊ കേവലം പ്രത്യക്ഷമായ രൂപത്തെ കണ്ട് തൊഴുതു പോകുന്നവരെ കൂടെ വരുന്നില്ല. പ്രത്യക്ഷമായ രൂപത്തെ കണ്ടു തൊഴുതു പോകുന്നവരെ കൃഷ്ണൻ വിളിക്കുന്നത് ബുദ്ധിയില്ലാത്തവൻ എന്നാണ്. അപ്പൊ നമ്മൾ അതിന്റെ പിന്നിലുള്ള പരോക്ഷമായ തത്വത്തെ അറിയണം, അവ്യക്തമായത് അറിയണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം, അല്ലെങ്കിൽ നമ്മൾ ഇതിനോട് എങ്ങനെയാണ് ചേരേണ്ടത്, നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് ഉയരേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുണ്ട്. നിങ്ങൾക്ക് ഈ തരത്തിൽ നമ്മൾ ഭാഗവതത്തെ പഠിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ വിധത്തിൽ ക്ഷേത്ര സംസ്കാരത്തെ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് കുറേ അബദ്ധങ്ങളൊക്കെയാണ് നമ്മളെ ഹിന്ദു തലയിൽ കയറി കിടക്കുന്നത്. നിങ്ങൾ നോക്കൂ, കൃഷ്ണാവതാരമാണ് ഇന്നലെ നമ്മൾ കണ്ടത് അല്ലേ? ഈ കൃഷ്ണാവതാരം നമ്മൾ കേട്ടതൊക്കെ എങ്ങനെയാ കൃഷ്ണൻ എവിടെന്നാ വന്നത്? കൃഷ്ണൻ വൈകുണ്ഠത്തിൽ നിന്ന് വന്നു അല്ലേ? പിന്നീട് അവസാനം കൃഷ്ണൻ എങ്ങോട്ടാ പോയത്? ശരീരമൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോയി? സ്വധാമത്തിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പം നമ്മൾ വിചാരിക്കുന്നത് എവിടെയോ പോണു എന്നാണ്. എവിടെയാണ് സ്വധാമം? കൃഷ്ണൻ ശരിക്കും എവിടുന്നാ വന്നത്? കൃഷ്ണൻ എവിടുന്നാണ് അവതരിച്ചു വന്നത്? ഒരു വ്യക്തത ഉണ്ടോ നമുക്കതിനെക്കുറിച്ച്? പൂർണ്ണതയിൽ നിന്ന് വന്നു, പക്ഷേ ആ പൂർണ്ണതയിൽ നിന്ന് വന്ന് പൂർണ്ണതയ്ക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവർത്തിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ശരിക്കും ഭാഗവതത്തിലൂടെ നമുക്കൊരു വ്യക്തതയുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുന്നു. നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പല ശ്ലോകങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇത്തിരി ഒരു ശ്രദ്ധയോടെ വായിച്ചാൽ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം തരാൻ ഭാഗവതത്തിനും ഗീതയ്ക്കും സാധിക്കും. നിൽക്കട്ടെ, നിങ്ങൾ ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാരം തന്നെ എടുക്കുക. ദശമസ്കന്ധത്തിലെ 10-ാം അധ്യായത്തിലെ 10-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകമാണ് കൃഷ്ണാവതാരം. കൃഷ്ണൻ 8-ാമത്തെ പുത്രനുമാണ്. വ്യാസഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നതും 8-ാമത്തെ ശ്ലോകത്തിലാണ് കൃഷ്ണാവതാരം അവതരിപ്പിക്കുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാപ്രാച്യം ദിശീന്തിരിവ പുഷ്കല. ഇവിടെ ഭഗവാന്റെ ആദ്യം തന്നെ പേര് പറഞ്ഞിരിക്കുന്നത് ജനാർദ്ദനൻ എന്നാണ്. എന്താണ്? ജനാർദ്ദനൻ. നോക്കൂ, നിശീതേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ. ജനാർദ്ദനൻ ജായമാനെ. എപ്പോഴാ ജനാർദ്ദനൻ വരുന്നത്? നിശീതേ തമോദ്ഭൂതേ. നിശീതം, നിശ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഉദ്ഭൂതം, നല്ല കട്ടിയുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിൽ നടത്താം. അർദ്ധരാത്രിയിൽ ജനാർദ്ദനൻ അവതരിച്ചു എന്നാണ്. ഭഗവാനെ ആദ്യം വിളിച്ച പേര് തന്നെ എന്താണ്? ജനാർദ്ദനൻ എന്നാണ്. എന്താണ് ജനാർദ്ദനൻ എന്നുള്ള വാക്കിന് അർത്ഥം? ജനാർദ്ദനൻ,
ജന അർദ്ദനം ചെയ്യുന്നവൻ ജനാർദ്ദൻ. ഇത്രയല്ലോ അതിന്റെ അർത്ഥം. ജന എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. അന്ധകാരത്തെ നീക്കുന്നവനെയാണ് ജനാർദ്ദനൻ. അപ്പം ഭഗവാൻ എന്തിനാ അവതരിച്ചത്? പുറത്തുള്ള ഇരുട്ട് നീക്കാൻ. അതെന്താ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്യാനോ? ഇലക്ട്രിസിറ്റി ബോർഡാണ് രാത്രി ഇരുട്ട് മാറ്റുന്നത്. ഭഗവാൻ ഏതിരുട്ടിനെ മാറ്റാനാ വന്നിരിക്കുന്നത്? പുറത്തുള്ള ഇരുട്ട് മാറ്റാനാണോ? അല്ല. ഏതിരുട്ടാണ്? ഉള്ളിലുള്ള ഇരുട്ടിനെ, അജ്ഞാനത്തെ, അവിവേകത്തെ, ഇതൊക്കെ മാറ്റാനാണ് ആര് വന്നത്? അപ്പൊ അങ്ങനെയുള്ളവരെ എന്താ വിളിക്കേണ്ടത്? ജനാർദ്ദൻ. അതായത് ഇരുട്ട് മാറ്റുന്നവരെ പൊതുവെ എന്താ നമ്മൾ വിളിക്കുക? ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ദൈവം എന്നാണോ ഗുരു എന്നാണോ? ഇപ്പൊ കൃഷ്ണൻ ആരാണ്? ഒരു ഗുരുവാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കാനാണ് ആര് വന്നത്? ഭാഗവത അതാ പറയുന്നത്. ദൈവമായിട്ടല്ല ഭാഗവതം കൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനിതൊക്കെ വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായത്, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ചലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണനെ ഒരു ദൈവമായി ഭാഗവതം അവതരിപ്പിച്ചിട്ടില്ല. ഇതെങ്ങനെയോ അന്ധവിശ്വാസം എന്നാണ് ആളുകൾക്ക്. കൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഗുരുവായിട്ടാണ്. എവിടെന്നാ കൃഷ്ണൻ വരുന്നത്? ദേവകീ ദേവി പ്രസവിച്ചു. ദേവകം ദേവരൂപിണ്യാം. വിഷ്ണു എവിടെന്നാ വന്നത്? ഈ ഭഗവാൻ ശ്ലോകം വായിച്ചു നോക്കൂ. എൻ്റെ അടുത്തേക്ക് നോക്കണ്ട, നിങ്ങൾ ശ്ലോകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വിഷ്ണു സർവഗുഹാശയാനാണ്. വൈകുണ്ഠം എന്നൊരു വാക്കൊന്നും ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആളുകൾ കഥ മെനഞ്ഞതാണ്. എവിടുന്നാ ഭഗവാൻ പറഞ്ഞത്? വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപ്നോതി, നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. സർവഗുഹാശയ. സർവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും. ഗുഹാശയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും ഉള്ളിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ ഏതോ വൈകുണ്ഠത്തിൽ നിന്ന് വന്നു എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടേയില്ല. ഭഗവാൻ ഒരു ദൈവമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുമില്ല. ഭഗവാനെ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കാനായി ഭഗവാൻ അവതരിച്ചു. എവിടെ നിന്നാ വന്നത്? എവിടെന്നാ വന്നിരിക്കുന്നത്? എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ ഭഗവാൻ എങ്ങോട്ടാ തിരിച്ചു പോവുക? ഹൃദയത്തിലേക്കാണ്. അപ്പൊ ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? അപ്പൊ ഭഗവാനെ നോക്കാൻ എങ്ങോട്ടാ നോക്കേണ്ടത്? ഹൃദയത്തിലേക്കല്ലേ? ആണോ അല്ലയോ? ഇതാണ് പരോക്ഷം. മനസ്സിലായില്ലേ? ഒരു വിഗ്രഹം പ്രത്യക്ഷവും ഭഗവാനെ കാണേണ്ടത് പരോക്ഷമായി തന്നിൽ തന്നെ കാണണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. ഭഗവത്ഗീത 18-ാം അധ്യായം 61-ാം ശ്ലോകം. നിങ്ങൾ ഗീതയും ഭാഗവതവും ചേർത്ത് വായിച്ചാൽ ഒരു വ്യക്തത, വളരെ വ്യക്തത നിങ്ങൾക്ക് കിട്ടും. ഈശ്വര 18 അധ്യായം 61-ാം ശ്ലോകം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങോട്ടാ നോക്കേണ്ടത്? ഈശ്വരനെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? തൻ്റെ തന്നെ ഉള്ളിലല്ലേ? അപ്പൊ പരോക്ഷം. അപ്പൊ ഈശ്വരനെ അന്വേഷിക്കണമെങ്കിൽ അതിനിതൊക്കെ വേണം. ജപം, ധ്യാനം, ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ ഈശ്വരനെയോട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറയൂ സാധ്യമല്ല. അപ്പൊ ഹിന്ദുക്കൾക്ക് എന്ത് പറ്റി? ഈ ജപവും ധ്യാനവും ഇല്ല, തൊഴുതുപോകലായിപ്പോയി. ഈ തൊഴുതു പോകുന്ന ആരെയാ തൊഴുതു പോകുന്നത്? നിങ്ങൾ ആരെയാ തൊഴുന്നത്? നിങ്ങൾ ആരെയാ തൊഴുന്നത്? നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് പുറത്തുള്ള രൂപങ്ങളൊക്കെ ദൈവങ്ങളാണ്. അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പുറത്തുള്ള രൂപങ്ങളൊന്നും ദൈവങ്ങളല്ല. നിങ്ങൾ പഠിക്കുന്നില്ല. ഈ രൂപങ്ങളൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനിലേക്ക് എത്താനുള്ളൊരു പ്രതീകങ്ങളാണ്. അപ്പൊ കൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ ശംഖചക്ര കഥാരൂപത്തെ കാണിച്ചു അമ്മയുടെ മുന്നിൽ നിന്ന്, അല്ലേ? ഈ ശംഖചക്ര കഥാരൂപം 4 കൈകളായിട്ട് കൃഷ്ണൻ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു രൂപം ശരിക്കും ഉണ്ടോ? അങ്ങനെ ഒരു രൂപം ശരിക്കും ഉണ്ടോ? ഇതെന്തിനാണ് വ്യാസഭഗവാൻ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്?
ഇത്തരം രൂപങ്ങൾ എന്തിനാണ് അവതരിപ്പിച്ചത്? നിങ്ങൾ ഭാഗവതത്തിൽ 12-ാം സ്കന്ധത്തിൽ 11-ാമത്തെ എടുക്കണം. അവിടെ ഈ രൂപങ്ങളുടെ പിന്നിലുള്ള തത്വങ്ങളെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. അതാണ് ഈ ഭാഗവതമൊക്കെ വായിക്കണം. വെറുതെ വായും പൊളിക്കരുത്, സപ്താഹം കിട്ടൊരു കാര്യമില്ല. ഇതിന് കൂടെ ഒരു ഇൻട്രസ്റ്റ് വേണം, റിസർച്ച് മൈൻഡ് വേണം, താല്പര്യം വേണം. എനിക്കിതൊക്കെ ഒന്ന് പഠിക്കണം, എനിക്കിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിൻ്റെ ഒരു കൃത്യത വളരെ ഗംഭീരമായിരിക്കും. നമ്മൾ എത്ര ഇത് പഠിക്കാൻ ശ്രമിക്കുന്നോ അത്ര നിങ്ങൾക്ക് തൃപ്തിയായിരിക്കും. കാരണം നിങ്ങൾക്ക് വ്യക്തത വരും ഈ കാര്യങ്ങളിൽ. ഇവിടെ 12-ാം സ്കന്ധത്തിൽ 11-ാം അധ്യായത്തില് 2-ാം ശ്ലോകവും 23-ാം ശ്ലോകത്തെ റിപ്പീറ്റേഷൻ വരും. അവിടെ ആദ്യം 11-ാം അധ്യായത്തിൽ 2 താന്ത്രിക കണ്ടു വാക്ക്. ശ്ലോകങ്ങളൊക്കെ നോക്കാൻ ഞാൻ പറയുന്നത് അന്ധമായി എടുക്കരുത്. വ്യാസഭഗവാൻ എഴുതി വെച്ചതാണ് നമ്മൾ പഠിക്കുന്നത്. താന്ത്രിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമ്പ്രദായത്തെ വിളിക്കുന്ന പേരാണ് താന്ത്രികം. കേരളത്തിലൊക്കെ താന്ത്രികം, ചിലയിടത്തൊക്കെ വൈദികം. താന്ത്രികവും ഇപ്പൊ മുദ്രകളിലൂടെയൊക്കെ പൂജിക്കുന്നത് താന്ത്രികവും, മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂജിക്കുന്നത് വൈദിക സംസ്കാരം. അപ്പം താന്ത്രിക പരിചര്യ എന്ന് പറഞ്ഞാൽ പൂജാദികളെ വിളിക്കുന്ന പേരാണ് പരിചര്യകള്. പൂജ ചെയ്യാൻ എന്ത് വേണം? വിഗ്രഹങ്ങൾ വേണം. അപ്പൊ അങ്ങനെ ഉള്ള കേവല ശ്രീയപ്പതേ ഇതെല്ലാം അങ്കോപാംഗ ആയുധ കൽപ്പം കൽപ്പയന്തി. ഭഗവാന്റെ അംഗങ്ങളും ഉപാംഗങ്ങളും. അംഗം എന്ന് പറഞ്ഞാൽ നോർമൽ കൈയും കാലിനെയാണ് എന്ത് പറയുക? അംഗം. ഉപാംഗം എന്ന് പറഞ്ഞാലോ അഡീഷണൽ ആയിട്ടുള്ള കൈകളും ഒക്കെയാണ് എന്ത് പറയാ? ഉപാംഗം. അതിലൊക്കെ എന്തുണ്ട്? പലവിധത്തിലുള്ള ആയുധങ്ങളും മറ്റും. അതായത് ശംഖ്, ചക്രം, ഗദ തുടങ്ങിയുള്ള ആയുധങ്ങൾ. ദേവിക്കാണെങ്കിൽ പലവിധ ആയുധങ്ങളുണ്ട്. ശിവന്റെ കയ്യിൽ ശൂലമുണ്ട്. ഉണ്ടോ? ഇതെല്ലാം കൽപ്പൈ എന്ന് പറഞ്ഞാൽ കൽപ്പനകളാണ്, സങ്കല്പങ്ങളാണ്. ഇതെല്ലാം എന്താണ്? സങ്കല്പങ്ങളാണ്. ഇത് സങ്കല്പം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? ചില തത്വങ്ങളെ പറഞ്ഞു തരാൻ വേണ്ടി സങ്കല്പിച്ചിരിക്കുകയാണ്. സങ്കല്പം എന്നുള്ള വാക്കിന് അർത്ഥം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് മൊബൈലുണ്ട്, നമുക്ക് വാട്സാപ്പ് ഉണ്ട്. അതിൽ ഇമോജീസ്, നമ്മൾ ഓരോ ഇതുണ്ട്. അപ്പൊ നമ്മൾ ഒരാളോട് ബഹുമാനം കാണിക്കാൻ കൈകൂപ്പി എന്നൊരു ചിത്രം അയക്കുന്നു. ആ കൈകൂപ്പുന്ന ഒരു ചിത്രം അയച്ചു കഴിഞ്ഞാൽ മറ്റാൾക്ക് എന്ത് മനസ്സിലാവും? ഓ, നിങ്ങൾക്ക് വളരെ സന്തോഷമായി. അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളില്ലേ ഇപ്പം? മെസ്സേജ് ഫുൾ അയക്കണ്ട, അതിന് പകരം ഒരു ഇമോജി, ഒരു ചിത്രം അയച്ചാൽ മതി. ആണോ? നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഒരാളെ ഏൽപ്പിച്ചു, അയാൾ ചെയ്തു, നിങ്ങളിങ്ങനെ തംസപ്പ് അയച്ചു കൊടുത്തു, ഇല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഡെയിലി തംസപ്പ് കുടിക്കുന്നവരാണെന്നാണോ? അല്ല. നിങ്ങൾ ചെയ്തതിന് ഗുഡ്, അങ്ങനെ ഒരു അപ്രീഷിയേഷൻ. ആണോ അല്ലയോ? ആണോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇമോജികൾ നമ്മൾ അയക്കുമ്പോൾ ഇതൊരു സങ്കല്പമാണ്. നിങ്ങളൊരു സന്ദേശം പറയുന്നതിന് പകരം ഒരു രൂപത്തെ കാണിക്കുന്നു, ഇല്ലേ? അതുപോലെയാണ് സകല വിഗ്രഹങ്ങളും, അതിലുള്ള അഡീഷണൽ കൈകളും ആയുധങ്ങളെല്ലാം. ഇതെല്ലാം സങ്കല്പങ്ങളാണ് എന്ന് ഭാഗവതം പറയും. 23-ാം ശ്ലോകം കൂടി നോക്കിയാൽ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ഈ അധ്യായത്തിൽ തന്നെ 23, അവിടെ 23-ൽ പറയും അങ്കോപാംഗ ആയുധൈ കൽപ്പേ. കാണുന്നുണ്ട് അവിടെയും? അങ്കോപാംഗ ആയുധൈ കൽപ്പേ. കൽപ്പേ എന്ന് പറഞ്ഞാൽ കൽപ്പനകളാണ്. ഭഗവാൻ ചതുഷ്ടയം വിഭർത്തിസ്മ ചതുർമൂർത്തി ഭഗവാൻ ഹരിരീശ്വര. അപ്പൊ ഇവിടെ ഭഗവാന്റെ കയ്യിലുള്ള ശംഖ്, ചക്ര, ഗദാപത്മങ്ങളും 4 കൈകളും. എന്തിനാണ് വിഷ്ണുവിന് 4 കൈകൾ? ആദ്യം നമ്മൾ വിഷ്ണു ആരാണെന്നുള്ളത് അർത്ഥമെടുക്കണം. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം, വിഷ്ണു എന്നാൽ ഒരു വ്യക്തി എന്ന അർത്ഥത്തിലല്ല, വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ്. നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന് വെച്ചാൽ പൂർണ്ണതയുള്ളവൻ. പൂർണ്ണ ബോധത്തെ വിളിക്കുന്ന പേരാണ്, പറയൂ, വിഷ്ണു. അല്ലാതെ വിഷ്ണു ഒരു വ്യക്തിയല്ല. വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം വ്യാപ്നോതി ഇത് വിഷ്ണു, നിറഞ്ഞു നിൽക്കുന്നവനാണ്. ആര്? വിഷ്ണു. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, കാരണം നമ്മളൊരു സയന്റിഫിക്കലി ഹിന്ദു മതം പഠിച്ചിട്ടില്ല.
ഒരു സയന്റിഫിക്കലി ഹിന്ദുമതം പഠിക്കുമ്പോഴാണ് ഹിന്ദുമതത്തിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുക. ഇന്നത്തെ മോഡേൺ സയൻസ് പലതും പഠിപ്പിച്ചത് പൂർണ്ണമല്ല. അത് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ കുറെ രാഷ്ട്രീയക്കാരെ പൊട്ടത്തരം പറഞ്ഞ് നമ്മുടെ തലയിൽ കയറ്റി ശാസ്ത്ര സാഹിത്യം, ശാസ്ത്ര സാഹിത്യം, ശാസ്ത്ര സാഹിത്യം. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം എന്ന വാക്ക് തന്നെ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഭാരതീയരാണ്. ശാസ്ത്രം എന്ന വാക്ക് തന്നെ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഭാരതീയരാണ്. നിങ്ങൾ നോക്കൂ, ഗീതയില് 15-ാം അധ്യായത്തിന്റെ ഒടുവിലും 16-ാം അധ്യായത്തിന്റെ ഒടുവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗീതയിൽ 15-ാം അധ്യായത്തിന്റെ ഒടുവിൽ കൃഷ്ണൻ പറയും, ഇത് ഗുഹ്യതമം ശാസ്ത്രം. എന്തായാലും ഗീത എഴുതിയതിനു ശേഷമാണല്ലേ ലോകത്തില് ശാസ്ത്രജ്ഞന്മാര് വന്നിട്ടുള്ളൂ, ഇല്ലേ? അപ്പം ഏത് ശാസ്ത്രജ്ഞനും ലോകത്തിൽ അരിസ്റ്റോട്ടിൽ ആവട്ടെ, അവിടെ നിങ്ങളുടെ ഗലീലി ആവട്ടെ, അവിടെ നിങ്ങളുടെ വന്ന് 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 അല്ലേ? എന്തായാലും ഗ്രീക്ക് നിന്നാണ് ഇതിന്റെയൊക്കെ ആരംഭം കുറിക്കുന്നത്. ഗ്രീക്കിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നീട് പല റിസർച്ചുകളും ഒക്കെ വന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ, പിന്നെ അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വലിയ സമഗ്രമായ കോൺട്രിബ്യൂഷനാണ് ഇന്നത്തെ മോഡേൺ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും മനുഷ്യന്റെ അനാട്ടമിയിലും ഒക്കെ ഈ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇവരൊക്കെ ശ്രദ്ധിക്കണേ, പറയുന്നത് ഇവരൊക്കെ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചവരാണ്. ഏതിനെ? പ്രപഞ്ചത്തെ നിരീക്ഷിച്ചവരാണ്. ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഇവർ വിട്ടുപോയി, ഒരു നിരീക്ഷകൻ ഇല്ലെങ്കിൽ നിരീക്ഷണം സാധ്യമല്ല എന്നുള്ളത്. നിരീക്ഷകൻ ഇല്ലെങ്കിൽ നിരീക്ഷണം സാധ്യമല്ല. ഈ നിരീക്ഷകൻ നിരീക്ഷിക്കുന്നതിൽ നിന്നും വേറെയാണെന്നും ഇവരാരും അറിഞ്ഞില്ല. അങ്ങനെ വേറെ നിൽക്കുന്നത് കൊണ്ടല്ലേ നിരീക്ഷിക്കാൻ പറ്റുന്നത്? അങ്ങനെയുള്ളത് കൊണ്ടല്ലേ. അപ്പൊ ഇവിടെ രണ്ട് ഊർജമുണ്ടെന്ന് ഇവരറിഞ്ഞില്ല. ഇവർ കേവലം ഏത് ഊർജത്തെ മാത്രമേ കണ്ടുള്ളൂ? നിരീക്ഷിക്കപ്പെടുന്ന ഊർജം മാത്രം കണ്ടു. അപ്പൊ അതിന്റെ ചലനങ്ങളും അതിന്റെ നിയമങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇതെല്ലാം നിരീക്ഷിക്കാൻ ഒരു ബോധം വേണമെന്ന കാര്യത്തെക്കുറിച്ച് ഇവരാരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് നിരീക്ഷകനിലുള്ള നിരീക്ഷണമാണ് പ്രപഞ്ചം. നിരീക്ഷകനില്ലെങ്കിൽ കൂടെ വന്നില്ലേ നിങ്ങള്? നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണം പറ്റില്ല. ഏത് കാര്യം നമ്മൾ അറിയണമെങ്കിൽ നിരീക്ഷകൻ വേണം. ഇത് നമ്മള് ഹിന്ദുക്കള് ശരിക്കും പഠിച്ചിരുന്നെങ്കിലോ, ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ ഈ നിരീക്ഷണം എന്നുള്ള വാക്കുണ്ടല്ലോ, അതിന്റെ കുറെ കൂടി ഡെപ്തിൽ പഠിക്കുമായിരുന്നു. മനുഷ്യന് ഏത് ചലനങ്ങളെയും നിരീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പൊ ഈ കാണുന്ന പുറത്തുള്ള ചലനം മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന ചലനങ്ങളെയും നിരീക്ഷിക്കാനുള്ളൊരു കഴിവുണ്ട്. അതിൻ്റെ ഒരു കണ്ണിന്റെ പേരാണ് ഇന്റലിജൻസ്, ഉൾക്കണ്ണ്. ഏത് കണ്ണ്? ഉൾക്കണ്ണ്. അത് മനുഷ്യന് തുറക്കാൻ പറ്റും. ഏത് കണ്ണ്? ഉൾക്കണ്ണ് തുറക്കാൻ പറ്റും. ഈ ഉൾക്കണ്ണ് തുറക്കാൻ സാധിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത്. അമ്പലത്തിൽ പോകുന്നതും ജപിക്കുന്നതും ഒക്കെ ഉൾക്കണ്ണൊന്ന് തുറന്നു കിട്ടാൻ. ഈ ഉൾക്കണ്ണ് തുറക്കുമ്പോഴാണ് ഒരാളുടെ ശരിക്കും സാധ്യതകൾ കണ്ടെത്തുന്നത്. നമ്മളിപ്പുണ്ടല്ലോ കുട്ടികളെയൊക്കെ ഇത് തെറ്റായി അമ്പലത്തിൽ കൊണ്ടുപോയതാണ് അവരെ ഭാവി തൊലച്ചു കളഞ്ഞ നിങ്ങൾ. ഇപ്പൊ കുറെ എണ്ണം എഞ്ചിനീയറിങ് കഴിഞ്ഞ്, കുറെ എണ്ണം മെഡിസിനും കഴിഞ്ഞ്, കുറെ എണ്ണം പലതും പഠിച്ച് തെക്കും വടക്കും നടക്കേണ്ട ഗതികേട് വന്ന എന്തുകൊണ്ടാണ്? ആരും ഇതൊന്നും ആയിരുന്നില്ല അവർ പഠിക്കേണ്ടിയിരുന്നത്. അവർ പഠിക്കേണ്ട വിഷയങ്ങൾ ഇതായിരുന്നില്ലേ അവർ. പക്ഷേ എങ്ങനെയാ അറിയാ അവനവൻ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത്? അവനവൻ എന്താ പഠിക്കേണ്ടത് എന്നുള്ള എങ്ങനെ അറിയാം? അത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ വാസന, ഒരു ജന്മവാസന, ഒരു ഇൻട്രസ്റ്റ് ഏതോ ഒരു കാര്യത്തിൽ വളരെ കൂടുതലായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഇപ്പം നിങ്ങൾക്ക് പറ്റില്ല. കാരണം പലതും പരിശീലിച്ചു നോക്കിയാലാണ് ഏതിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇന്നിപ്പോ അതിലേക്ക് എഡ്യൂക്കേഷൻ വരണമെന്ന് ഫോറിൻ കൺട്രികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കുട്ടികളൊരു ഹൈസ്കൂൾ ലെവലിൽ എത്തുമ്പോഴേക്കും അധ്യാപകര് കുട്ടികളെ കൂടുതൽ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് അവരുടെ സ്കില്ലുകൾ കണ്ടെത്തണം. അവരിലെ ഉള്ളിലുള്ള
ഒരു താല്പര്യങ്ങൾ കണ്ടെത്തണം. അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം അവർ ഹയർ ഡിഗ്രിയിലേക്ക്, അല്ലെങ്കിൽ വെറുതെ കുറെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് യാതൊരു, ഇന്നിപ്പോ അതിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, പഴയ കാലത്ത് തന്നെ ഭാരതത്തില് ഇപ്പൊ നോക്കൂ, പാണ്ഡവരിൽ 5 പേരും ഒരാളെ ദ്രോണാചാര്യർ ഗദാവിദ്യയാണ് പഠിപ്പിക്കുന്നത്, അർജുനനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അർജുനനിലുള്ള സ്കില്ലും ഭീമസേനിലുള്ള സ്കില്ലും രണ്ടും രണ്ടാണ്. എന്നാൽ വളരെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലാണ് ധർമ്മപുത്രൻ പഠിക്കുന്നത്. അദ്ദേഹം വേറെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോരുത്തരും പഠിക്കുന്നത് ഓരോ തരത്തിലുള്ള സ്കില്ലുകളാണ്. നിങ്ങൾ നോക്കൂ, കർണന്റെ കാര്യത്തിൽ തന്നെ, കർണൻ അസ്ത്രവിദ്യയിൽ ഗംഭീരനായിരുന്നു. ആരും പഠിപ്പിക്കാനില്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം അത് പഠിച്ചെടുത്ത്, മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, അവസാനം പരശുരാമസ്വാമിയുടെ അടുത്ത് നുണ പറഞ്ഞിട്ടെങ്കിലും പഠിക്കാൻ പോയി, കള്ളത്തരം പറഞ്ഞിട്ടെങ്കിലും പഠിക്കാൻ പോയി. അങ്ങനെയല്ലേ തുടയില് വന്ന് വണ്ട് കുത്ത്, അല്ലെങ്കിൽ മറ്റേ കടന്നല് കുത്തുന്നതും രക്തം വരുന്നതും പരശുരാമന്റെ തലയിലാകുന്നതും. പറയടാ, നീ ആരാണ്? ഇത്രയും വേദനയൊക്കെ സഹിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു ബ്രാഹ്മണനാവാൻ യാതൊരു വഴിയില്ല. പറയടാ, നീ ആരാണെന്ന്. പറഞ്ഞു, ഞാൻ കർണനാണ്. എന്നാ നീ പഠിച്ച കാര്യങ്ങൾ വേണ്ട സമയത്ത് നിനക്ക് തോന്നാതിരിക്കട്ടെ, ശപിച്ചു കളഞ്ഞു. ആര്? പരശുരാമൻ. അങ്ങനെയൊക്കെയുള്ള കഥ കേട്ടിട്ടില്ലേ നിങ്ങള്? നിങ്ങളെന്താ അന്തം വിട്ട് നോക്കണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ സീരിയലിലൂടെയൊക്കെ വന്ന കഥകളായതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഷോർട്ട് അടിച്ച് പോകണമെന്ന് മാത്രം. ഇത് കേട്ടില്ലേ ഈ കഥകളൊന്നും? മഹാഭാരതത്തില്. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ കുട്ടിയുടെ ഉള്ളിലും ഇതുപോലെ വാസന. ഏത് വാസന? നമ്മൾ പറയുന്ന ജന്മവാസനകളുണ്ട്. എന്തുണ്ട്? ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാരുണ്ടല്ലോ, ചെറുപ്പത്തിൽ തന്നെ കുട്ടികളൊരു നാമജപ സംസ്കാരങ്ങളൊക്കെ കണ്ണടപ്പിച്ച് ചൊല്ലണം. കണ്ണടച്ച് ചൊല്ലുമ്പോഴേ അവരിലെ ഏകാഗ്രത വരില്ല. അപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽസ് അവർക്ക് ശരിക്കും കണ്ടെത്താൻ പറ്റില്ല. സത്യമായ കാര്യമാണ് പറയണത്. ഞാൻ നിങ്ങളോട് നുണയല്ല ഈ പറയുന്നത്. ഇതൊരു പരിശീലനം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ കുട്ടികൾ അത്ര അത്ഭുതകരായിരിക്കും. നോക്കൂ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഹിന്ദു മതം ശരിക്കും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുട്ടിയും ഇന്ന് തൊഴിലില്ലാത്തവരായി ഇവിടെ. ഈ തൊഴിലില്ലായ്മ ആരാ സൃഷ്ടിച്ചറിയോ? ഇന്നത്തെ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചത് ഇന്നത്തെ വിദ്യാഭ്യാസമാണ്. ഇതായിരുന്നില്ലേ വേണ്ട വിദ്യാഭ്യാസം? ഗീതയിലെ 29-ാം ശ്ലോകത്തിൽ, ഈ ശ്ലോകം നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 100% നമുക്ക് പ്രായോഗികമാക്കേണ്ട ശ്ലോകങ്ങളാണത്. 2-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകം. ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കാൻ എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും ഒരു എഫേർട്ട് എടുത്താൽ നമുക്ക് നമ്മുടെ സംസ്കൃതിയിൽ വലിയൊരു എന്താണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചാലഞ്ച്, ഒരു മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം. അത്രയും സാധ്യതകളുണ്ട്. ഗീതയ്ക്കാണ് ഇനി സാധ്യതകളുള്ളത്. കാരണം ഇന്നുണ്ടല്ലോ, മോഡേൺ ഡെവലപ്മെന്റ് നമ്മുടെ ഋഷി പറഞ്ഞതിനോട് വളരെ സെയിം ട്രാക്കിലാണ് പോകുന്നത്. ഇറ്റ്സ് സോ നമുക്ക് തന്നെ അത്ഭുതം വരും, ഇത്ര സിങ്ക്രണൈസ് ചെയ്തിരിക്കണമെന്ന്. നമുക്ക് ഇത്ര ഒരു ഭഗവത്ഗീതയോടൊക്കെ കൂടുതൽ കൂടുതൽ റെസ്പെക്ട് വരികയാണ്. എന്താ 29-ാമത്തെ ശ്ലോകത്തിൽ പറയണത്? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് പതതി തഥൈവ താന്യ ആശ്ചര്യവശ്ചൈരമന്യ ശൃണോതി ക്ഷുത്വാപേനം വേദന ചൈവ കശ്ചിത്. ആശ്ചര്യത്തോടെ കാണണം, ആശ്ചര്യത്തോടെ കേൾക്കണം, ആശ്ചര്യത്തോടെ പറയണം. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാണ് അർത്ഥം, അല്ലേ? ആശ്ചര്യം വളരെ ആശ്ചര്യമാണ്, വളരെ വണ്ടറാണെന്നാ പറയാ, അല്ലെ? അങ്ങനെയല്ലേ പറയാ? അതെന്താണ് ഇത്ര ആശ്ചര്യം? ഓരോരുത്തരുടെയും ജന്മം ആശ്ചര്യമാണ്. ഓരോരുത്തരുടെയും ജന്മം. അതിപ്പോ പലരും പറയും, വലിയ ആശ്ചര്യം തന്നെയാണ് സ്വാമി എന്റെ ജീവിതം, കാരണം എവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതൊരു ആശ്ചര്യം. അങ്ങനെയുള്ള നെഗറ്റീവ് ആശ്ചര്യമായിട്ടെന്ന് പറയുന്നത്, അല്ലേ? ആണോ? ഇത് നല്ലൊരു ആശ്ചര്യം എന്ന് പറയുന്നത്. അതെന്താ കാരണം? ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാണ്. നോക്കൂ, ഇന്നിപ്പോ നമുക്ക് ആധാർ കാർഡ് പോലുള്ള ഐഡന്റിറ്റി കാർഡുകളൊക്കെ വരാൻ കാരണം നമ്മുടെ ഇന്നത്തെ ബയോമെട്രിക്സ് ഒക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെയും തംപ്രിന്റ് മറ്റൊരാളുടെ തംപ്രിന്റിൽ നിന്നും വ്യത്യസ്തമാണ്. ആണോ? നിങ്ങളൊന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് നോക്കൂ. തംപ്രിന്റ് വ്യത്യസ്തമാണ്. ആണോ? ഇതിന് വേറെ സയൻസ് വേണോ? ഇനി വേണോ? വേണ്ട. കാരണം ഇത് തെളിയിക്കപ്പെട്ടുള്ളതാണ് ബയോമെട്രിക്. അതല്ലേ നമുക്കെന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഐഡന്റിറ്റി കാർഡ് ഉള്ളത്, ഇല്ലേ? ആധാർ കാർഡ് അങ്ങനെയല്ലേ ഡെവലപ്പ് ചെയ്തത്? ആധാർ കാർഡ് ഡെവലപ്പ് ചെയ്യാൻ തന്നെ കാരണം ഓരോരുത്തരുടെയും തംപ്രിന്റ് മറ്റൊരാളിൽ നിന്നും, പറയൂ,
വ്യത്യസ്തമാണ്. ഈ ടെക്നോളജി വെച്ചിട്ടാണ് ഇനിയിപ്പം ലോകം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി കുറെ കഴിഞ്ഞാലൊന്നും പല രാജ്യങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് നടന്നു പോവാം അങ്ങനെ. ഈ കേരളത്തിൽ യാത്ര ചെയ്യുന്ന പോലെ. കാരണം ഇനി നിങ്ങൾ കള്ളത്തരം ഉണ്ടാവരുത്. ഡോക്യുമെന്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ വിസയൊക്കെ കള്ളത്തരം ഉണ്ടാവാത്തതാണെങ്കിൽ ഇതെല്ലാം ഓൺലൈനിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഒറ്റ പോക്ക് പോയാൽ മതി. ഒരാളും നിങ്ങളെ, കാരണം നിങ്ങളുടെ അവരുടെ ക്യാമറയിൽ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും, അത് അവര് വെരിഫൈ ചെയ്തിട്ടുണ്ടാവും, എല്ലാ കാര്യങ്ങളും അവർ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും, നിങ്ങൾ എക്സിറ്റ് അടിക്കുമ്പോഴേക്കും അതിന്റെ ഓഫീസറുടെ മോണിറ്ററിൽ നിങ്ങളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ കണ്ണുകളെ, നമ്മുടെ മുഖത്തെ, നിങ്ങളുടെ കൈവിരലുകളൊക്കെ നിങ്ങളറിയാതെ അവിടെ ഒരു സ്ഥലത്ത് വിരൽ കൊടുത്താൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എത്ര ഗംഭീരമായിട്ടാണ് ടെക്നോളജി പോയിട്ടുള്ളത്. കൃഷ്ണൻ പറയുന്നു, ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും അവർക്ക് പറയൂ. ഇനിയാണ് നമ്മൾ പഠിക്കുന്നത്. തംപ്രിന്റ് മാത്രമേ വ്യത്യസ്തമുള്ളൂ എന്നാണ് ഇപ്പൊ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സ്വഭാവം വ്യത്യസ്തല്ലേ? ആണോ? എങ്കിൽ കഴിവുകളും വ്യത്യസ്തമായേ പറ്റുള്ളൂ. ഓരോരുത്തരുടെ കഴിവുകളും വ്യത്യസ്തമാണെന്ന് കുട്ടികളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരുമായി കോമ്പീറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എന്നിപ്പോ കുട്ടികൾ എന്താ ക്ലാസ്സിൽ നോക്കും, 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ കൊല്ലുന്നതിന് സമാനം. കാരണം എല്ലാവരും ഒരുപോലെ പഠിക്കാനല്ല വന്നത്. ഒരു യൂണിഫോംഡ് എഡ്യൂക്കേഷൻ സാധ്യമല്ല. പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഈ 10ാം ക്ലാസ് എക്സാമിനേഷൻ 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകരെ കൊണ്ട് എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പേര് പാസ്സാവും? ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് എഴുതിച്ചു നോക്കൂ നിങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് 10ാം ക്ലാസ് എക്സാമിനേഷൻ എഴുതി ഏതെങ്കിലും ഒരു സബ്ജക്ട് പാസ്സായാൽ നന്നായിരിക്കും എന്ന് പറയാം, അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇതാണോ ശരിക്കും എഡ്യൂക്കേഷൻ വേണ്ടത്? തല്ലിക്കൊല്ലി പഠിപ്പിക്കലാണോ എഡ്യൂക്കേഷൻ? അപ്പൊ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നിന്നിൽ വ്യത്യസ്തമായ ദൈവീകമായൊരു ജന്മവാസനയുണ്ട്, കഴിവുണ്ട്. അത് വളർത്തിയെടുക്കാനാണ് നീ വന്നത്. കാരണം നീ ജന്മം കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും, ഉറക്കെ പറയൂ, ഇതേതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു തരുന്നുണ്ടോ? പറഞ്ഞു തരുന്നുണ്ടോ? പിന്നെ എന്താ ചെയ്യണത് അറിയോ? അവനെപ്പോലെ നീ മാർക്ക് മേടിച്ചില്ലെങ്കിൽ നിനക്കെന്റെ സ്വഭാവം കാണും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത്, ഇല്ലേ? ഈ കുട്ടികൾ വളർന്നു വരുന്തോറും എന്താ കാണുന്നത്? മറ്റുള്ളവരൊക്കെ എന്നെക്കാളും മാർക്ക് സ്കോർ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് പല കഴിവുണ്ട്, എനിക്കതിൽ ഈ ഇല്ല എന്നുള്ള കോംപ്ലക്സ് ആണോ കൂടുന്നത്? അതോ എനിക്ക് പലതിനും കഴിവുണ്ട് എന്ന ഒരു കോൺഫിഡൻസ് ആണോ കുട്ടി? സത്യം പറയും നിങ്ങൾ. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ സത്യസന്ധമായ കാര്യം പറയും. ഞാൻ ധാരാളം സ്കൂളുകളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു സ്കൂളിലാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ കണ്ടിടത്തോളം ഇവിടെ അടുത്ത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ശങ്കരാചാര്യ സ്വാമികളുടെ കാലടിയിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ശങ്കര ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയാം നിങ്ങൾക്ക്? 10,000-ഓളം കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഇല്ല, ഇവിടെ അടുത്ത് തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 6 മാസം മുമ്പത്തെ അവിടുത്തെ പ്രോഗ്രാമിലുണ്ടായിരുന്നു കുട്ടികളുടെ. ആ കുട്ടികൾ വളരെ വിഷമം തോന്നും നമുക്ക്. ഒരു കാര്യം ചോദിച്ചാൽ അതിന് മുന്നോട്ട് വന്ന് ഉത്തരം പറയാൻ കഴിവുള്ള കുട്ടികൾ കുറവാണ്. ഒക്കെ കോംപ്ലക്സിൽ ജീവിക്കുന്നവരാണ്. കാരണം അവരെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ തന്നെ മാത്സ് ടഫ്, അത് ടഫ്, ഇത് ടഫ്, എല്ലാം ടഫാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? അവരുടെ ഉള്ളിൽ 2 പ്രശ്നം. എനിക്ക് കഴിവില്ല എന്നൊരു തോന്നലും, കഴിവുള്ളവരെ കാണുമ്പോൾ ആ കുട്ടികളോടൊരു എന്താ ഉണ്ടാവുക? നിങ്ങൾക്കൊന്നും ഉണ്ടായില്ല? കഴിവുള്ളവരെ കാണുമ്പോൾ നമുക്കിത്തിരി അവരോട് ആദരവാണോ അസൂയാണോ? ഇവരെ കാണുമ്പോൾ കലിയാണോ വരിക, ദേഷ്യമാണോ വരിക? ആണോ? ചില കുട്ടികൾ അവരുടെ ബുക്കൊക്കെ കീറിക്കളയും, നല്ലോണം പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ. ആണോ? അപ്പൊ നിങ്ങൾ ഈ കുട്ടികൾ നല്ലോണം പഠിക്കുന്നു എന്ന് ചില അച്ഛനമ്മമാര് പറയുവോ, മകൻ എല്ലാറ്റിലും ഫസ്റ്റാണ്. എന്ത് ഫസ്റ്റ്? ഇത് ബൈ ഹാർട്ട് പഠിച്ച ഏത് പൊട്ടനും ഫസ്റ്റ് ആയിക്കൂടെ? ഇത് ബൈ ഹാർട്ട് പഠിക്കാൻ എന്താ അത്ര പ്രയാസമുള്ളത്? മനസ്സിലായില്ലേ? ഏത് മനുഷ്യനും കുത്തിയിരുന്ന് ഒരുപക്ഷെ IAS സിവിൽ പാസ്സാവാൻ പറ്റും, മെഡിസിൻ നീറ്റ് എഴുതി പാസ്സാവാൻ പറ്റും. പക്ഷെ ഒരു നല്ല ഒരു വ്യക്തിയായി മാറാൻ അത്ര പറയൂ എളുപ്പമല്ല. മനസ്സ് ജീവിതത്തിൽ തളരാതെ തകരാതെ കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവ്
അതുണ്ടാവണമെങ്കിൽ കുറച്ച് മെനക്കെടലുണ്ട്. അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെട്ട അവനവന്റെ ഉള്ളിൽ രക്തത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരു ജോലി കണ്ടെത്തൽ അല്ലേ? അത് ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി അത് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ അതിനൊരു ഉപാസന ആവശ്യമാണ്. രാമ 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 ചൊല്ലി അല്ലെങ്കിൽ മരാമര ചൊല്ലി ഒരു രത്നാകരൻ തന്നിലെ കവിയെ കണ്ടെത്തിയ പോലെ വാതരോഗം വന്ന ഗുരുവായൂരപ്പനെ ഭജിച്ച് 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 ഒരു മേൽപ്പത്തൂർ തന്നിലെ ഒരു മഹാനായ കവിയെ കണ്ടെത്തിയ പോലെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വന്ന് ജപിച്ച് 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 പൂന്താനം ഒരു കവിയായി തീർന്ന പോലെ അല്ലേ? എത്ര കലാകാരന്മാർ, എന്തെല്ലാം കലാകാരന്മാര്! ഇന്നത്തെ കഥകളി, ഇന്നത്തെ തുള്ളൽ പ്രസ്ഥാനം, ഏത് കലയെടുത്തു നോക്കൂ നിങ്ങള്, ഇതിൻ്റെ എല്ലാം ആരംഭത്തിലുള്ള ആചാര്യന്മാരുടെ ഉപാസനകളിൽ നിന്നാണ് ആ ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇന്നിപ്പോ സംഗീതം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് മ്യൂസിക്? പണ്ടത്തെ പൂർവികരായ ആളുകൾ, തപസ്സികളായ ആളുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കർണാടിക് സംഗീതത്തിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ബേസ് വെച്ചിട്ടുള്ള മ്യൂസിക് ആണുള്ളത്. അല്ലാതെ എന്താ ഉള്ളത് നിങ്ങൾ പറയും? എന്താ ഉള്ളത്? അതുകൊണ്ടാണ് നമുക്ക് ആ രാഗങ്ങളെ പെട്ടെന്ന് നമ്മൾ ആകർഷിച്ചു പോകുന്നത്. അങ്ങനെ ആകർഷിക്കാൻ വിധത്തിൽ തക്കത്തിലുള്ള രാഗങ്ങളൊക്കെ അന്നുള്ളവര് കണ്ടെത്തി വികസിപ്പിച്ചെടുത്തത് അവരുടെ തപസ്സിൽ നിന്നാണ്. മനസ്സിലായില്ല? ഇപ്പൊ പുരന്ദരദാസായാലും ശരി, സ്വാതി തിരുനാളായാലും ശരി, ഇങ്ങനെ അനവധി പ്രതിഭകളുടെ പിന്നാലെ നിങ്ങൾ പോയി നോക്കൂ, അവരൊക്കെ തപസ്സികളായിരുന്നു. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? അല്പം ഒരു ഉപാസന നമ്മുടെ കുട്ടികളെ അമ്പലത്തിലൊക്കെ കൊണ്ടുവന്ന് കണ്ണടച്ച് ജപിച്ചിരുന്നെങ്കിൽ അവർക്ക് ആശ്ചര്യത്തോടെ കാണാൻ സാധിക്കുമായിരുന്നു അവരിലെ വ്യത്യസ്ത പ്രതിഭയെ. കൃഷ്ണൻ ആ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ആശ്ചര്യവത് പശ്യതി എന്ന് പറഞ്ഞാൽ നിന്നിലെ വ്യത്യസ്ത പ്രതിഭയെ ആശ്ചര്യത്തോടെ കണ്ടാലും, നിന്നിലെ വ്യത്യസ്തമായ ഒരു പ്രതിഭയെ നീ ആശ്ചര്യത്തോടെ കണ്ടാലും, അതിനെ ആശ്ചര്യത്തോടെ അവതരിപ്പിച്ചാലും, അതിനൊക്കെയാണ് നീ വന്നിരിക്കുന്നത്. അത് കണ്ടെത്തണമെങ്കിൽ അതിന് അല്പം ഒരു എന്ത് വേണം? അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പോയാൽ കിട്ടില്ല. അതിന് കുറച്ചു നേരം ഇരുന്ന് മെനക്കിടണം, ജപം വേണം. അതൊക്കെ നമ്മൾ കളഞ്ഞു കുളിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ വിദ്യാഭ്യാസമാണ് സർവസ്വം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ സാധ്യമല്ല. ചില സമയത്തുണ്ടല്ലോ, ചില വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഏത് ഉന്നത സ്ഥലത്തെത്തിയിട്ടും കാര്യമില്ല. കണ്ടില്ലേ ഇപ്പൊ വൈസ് പ്രസിഡന്റ് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് വന്നത്? തിരി കയ്യിലിരിപ്പ് കൈ വിട്ടുപോയതാണ്. എവിടെയോ ഒരു കയ്യിലിരിപ്പ് പോയി. മനസ്സിലായില്ലേ? വൈസ് പ്രസിഡന്റ് ആവാൻ ഒരു പക്ഷേ എലക്ഷൻ കൊണ്ട് സാധിക്കും, സെലക്ഷൻ കൊണ്ട് സാധിക്കും. പക്ഷേ ആ പൊസിഷനിൽ അവിടെ ഇരുന്ന് ഒരു വലിയ കുഴപ്പമില്ലാതെ കാര്യം കൊണ്ടു നടക്കണമെങ്കിൽ അതിന് ചില വിവേകം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ കിട്ടിയത് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. നമ്മളൊരാളെ കുറ്റം പറയാനല്ല, പക്ഷെ ഇതൊന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ്? ഉന്നതിയിൽ എത്താൻ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ കയ്യിൽ കിട്ടുന്നതിനെ കൊണ്ടു നടക്കാനുള്ളൊരു വിവേകം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ എന്ത് ഉന്നതിയിലെത്തിയിട്ടും കാര്യമില്ല. ഇങ്ങനെ പഠിക്കണം. അല്ലാതെ ഒരാളുടെ കുറ്റം പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് പ്രതിഭകൾ ഉണ്ട്. ഓരോരുത്തരിലും വ്യത്യസ്ത പ്രതിഭകൾ ഉണ്ട്. ആ പ്രതിഭയെ എന്ത് ചെയ്യണം? ഉള്ളിൽ നിന്നും കണ്ടെത്തണ്ട, ആവിഷ്കരിക്കണം. അത് ആവിഷ്കരിക്കണമെങ്കിൽ അതിന് ചില അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാനാണ് ക്ഷേത്രങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ആദി ശങ്കരാചാര്യസ്വാമികള് ജപിച്ചതും ഭജിച്ചതുമൊക്കെ അതിനുശേഷമല്ലേ എന്തായാലും മൂകാംബിക ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ വന്നത്. ആദി ശങ്കരാചാര്യസ്വാമികളുടെ പിന്നാലെ ദേവി വന്നു എന്നും അവിടെ ദേവി ഇരുന്നു എന്നൊക്കെയാണല്ലോ കഥകൾ പറയുന്നത്. ആണോ? ആദി ശങ്കരാചാര്യസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട. ഇതുപോലെ ചോറ്റാനിക്കര ക്ഷേത്രവും ആദി ശങ്കരാചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. സ്വാമിജി ഇവിടെ വന്ന് ദേവി അവിടെ വീണ്ടും ദർശനം കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് കാലത്ത് ചോറ്റാനിക്കരയില് മറ്റേ മൂകാംബികയിലുള്ള പൂജയുടെ ഒരു ചിട്ടകൾ അവർ കൊണ്ടു നടക്കുന്നത്. ഇതുപോലെ ഗുരുവായൂരമ്പലത്തിലായാലും ശരി, അവിടെയും ആദിശങ്കരാചാര്യസ്വാമികൾക്ക് ദർശനം കിട്ടിയതിന്റെ ദിവസമായിട്ടാണ് ഗുരുവായൂർ ഏകാദശി
ഇപ്പോഴും ആചരിക്കുന്നത്. ഈ മഹാന്മാരൊക്കെ ഇതെല്ലാം കണ്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവര് തൊഴുതു പോവാൻ പോയതാണെന്നൊക്കെ? ഇവര് കാണുന്നതൊക്കെ എവിടെയാണ്? പശ്യതി നിജ ഹൃദയസ്ത്വം ദേവം എന്ന്. ആദി ശങ്കരാചാര്യസ്വാമികളുടെ വരികളാണ്. പശ്യതി നിജ ഹൃദയസ്ത്വം ദേവം. എവിടെയാ ദേവനെ കണ്ടത്? പുറത്ത് കണ്ടു നല്ല എഴുതി വെച്ചത്. പുറത്ത് കണ്ടു നല്ല എഴുതി വെച്ചത്. പക്ഷെ ഹിന്ദുക്കൾ ഇത് പഠിച്ചില്ല. അതുകൊണ്ട് നമ്മൾ തൊഴുതുപോയി. അവരെവിടെയാ ദേവനെ കണ്ടത്? പശ്യതി നിജ ഹൃദയസ്ഥം. എവിടെയാണ്? അർത്ഥാവില്ലേ നിങ്ങക്ക്? നിജ ഹൃദയസ്ഥം ദേവം. ആ ദേവനെ ഞാൻ എവിടെ കണ്ടു? ഹൃദയത്തിൽ കണ്ടു എന്ന്. അപ്പൊ ഈ ഹൃദയത്തിൽ ദേവനെ കാണണമെങ്കിൽ അതിന് കുറച്ച് മെനക്കെടലുണ്ടല്ലോ. നാമജപമൊക്കെ ചെയ്യണ്ടേ? ഇതൊന്നും നമ്മളാരും അനുഷ്ഠിക്കാതെ തൊഴുതുപോയിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, അമ്പലത്തിൽ വെറുതെ തൊഴുതുപോയിട്ട് യാതൊരു പറയൂ കാര്യമില്ല. അമ്പലം വെച്ചിരിക്കുന്നത് ഒരു പ്രതിഭയെ ഉണർത്തണം, മനോബലം ഉണർത്തണം, വേണ്ടേ? ക്രമേണ 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 പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണം. അപ്പൊ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ വെച്ചത്. കാരണം ഭഗവാൻ വന്നിരിക്കുന്നതും ഭഗവാൻ ഇരിക്കുന്നതും ഒക്കെ എവിടെയാണ്? വിഷ്ണു സർവഗുഹ. തിരിച്ചു ഭാഗവത്തിലേക്ക് തന്നെ പോവാം. വിഷ്ണു സർവഗുഹാശയ. എവിടെയാണ്? ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഭഗവാനെ അന്വേഷിക്കേണ്ടതും എവിടെയാണ്? ഹൃദയത്തിലാണ്. അപ്പൊ പിന്നെ എന്തിനാ വിഷ്ണു ഭഗവാൻ ഈ ശംഖചക്ര കഥാരൂപമൊക്കെ കാണിച്ചത്? അത്തരം രൂപങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടത് സങ്കല്പങ്ങൾ എന്താണ്? എന്താ സങ്കല്പം എന്ന് പറഞ്ഞാൽ? ഉള്ളിലുള്ള തത്വത്തെ മനസ്സിലാക്കി തരാനുള്ള സങ്കല്പങ്ങളാണ്. അപ്പൊ നോക്കൂ, നമ്മൾ സങ്കല്പം എന്നൊരു വാക്ക് നമുക്കൊക്കെ ഉണ്ടത്. സങ്കല്പം, ഈ സങ്കല്പത്തിലാണ് ലോകം മുഴുവൻ നടക്കുന്നത്. എല്ലാ മതത്തിലും ഉണ്ട് ഈ സങ്കല്പം. അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു അതിഥി വന്നാൽ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊരു സങ്കല്പമാണ്. എന്തിന്റെ സങ്കല്പം? അവരോടുള്ള ഒരു അതിഥി വന്നാൽ അവരോടുള്ള ഒരു സ്നേഹവും ബഹുമാനത്തിന്റെയും പ്രതീകമാണ് ഏത്? ചായ കൊടുക്കുക എന്നുള്ളത്. ആണോ അല്ലയോ? അതൊരു സ്നേഹത്തിന്റെ ഒരു സങ്കല്പമാണോ? ആണോ അല്ലയോ? ഇപ്പൊ നിങ്ങള് ഭാര്യ പ്രസവിച്ച് ആൺകുഞ്ഞാണ്, എന്തു മേടിക്കും? വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് വാങ്ങിച്ചു കൊടുക്കും? സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അല്ലേ? ആ സ്വീറ്റ്സ് കൊടുക്കുന്നത് ആ ഉണ്ടായ സന്തോഷത്തിനെ എല്ലാവർക്കും ഒന്ന് പങ്കുവെക്കുന്നവർ. അതൊരു സങ്കല്പമാണ്. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ആണോ? കേക്ക് മേടിക്കണോ? ഏതിന്? പിറന്നാളിന്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കേക്ക് മുറിച്ചും മുഖത്ത് തേക്കുന്നു. ഇതെന്തിനാണത്? മുഖത്ത് തേക്കുന്ന കേക്കാണ്, കഴിക്കുന്ന കേക്കല്ല. എല്ലാവരുടെയും ആ കഴിക്കുന്നവന്റെയൊക്കെ മുഖത്ത് തേക്കുന്ന രീതിയിലേക്ക് മാറി. പോട്ടെ, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ആ ഒരു സന്തോഷമാണ്. ആണോ? ഏതിന്റെ പിന്നിലും ഒന്ന് ചെയ്യുന്നതൊന്ന്. നോക്കൂ, നിങ്ങൾ കല്യാണത്തിന് ഇപ്പൊ ചില സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇപ്പോഴും ഈ ബൊക്കെയൊക്കെ കൊണ്ടുപോകും ചിലര് അല്ലേ? കല്യാണത്തിന് പൂവ് കൊടുക്കില്ലേ? ഏത് പൂവാ കൊടുക്കുക? വധൂവരന്മാർക്കൊക്കെ ചിലപ്പോൾ പൂ കൊടുക്കില്ലേ നിങ്ങള്? കേരളത്തിൽ ആ സംസ്കാരം അങ്ങോട്ട് ആയിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചെറിയ ബൊക്കെയൊക്കെ വാങ്ങിച്ച് കൊടുക്കും. ഇവിടെ ഉണ്ട്, ഇപ്പൊ വന്നു തുടങ്ങി അല്ലേ? ക്രിസ്ത്യൻ കല്യാണത്തിന് ധാരാളം കാണാത് ഇല്ലേ? പൂ വാങ്ങിച്ചു കൊടുക്കില്ലേ? ഏത് പൂവാ വാങ്ങിച്ചു കൊടുക്കുക? റോസാപ്പൂ. എന്താ ചെമ്പരത്തി കൊടുക്കാത്തത്? ഇപ്പൊ വീട്ടിൽ ധാരാളം ചെമ്പരത്തി പൂവുണ്ട്. അതിനെ കൊണ്ടൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി കല്യാണത്തിന് പോകുന്നു. നിങ്ങൾ ആ ചെമ്പരത്തി ബൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? എന്തായിരിക്കും ഉണ്ടാവുക? കൊട്ടാരക്കരയില് ഒരു ദേവീ ക്ഷേത്രത്തില് ചെമ്പരത്തി പൂവാണ് അവിടുത്തെ അർച്ചന ചെയ്യുക. കൊട്ടാരക്കര, കൊല്ലം. അപ്പൊ എന്നെ ഒരു പ്രഭാഷണത്തിന് വിളിച്ചു. അപ്പൊ ഇവര് കൊട്ടും വേളമൊക്കെ ആയിട്ട് അകത്ത് കൊണ്ടുപോയി അവിടെ അകത്തൊക്കെ പ്രദക്ഷിണ തൊഴുത് വരുമ്പോ തിരുമേനി പാവം ഒരു പ്രസാദമൊക്കെ തന്നു. കൊച്ചു 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 ആരെങ്കിലും പോയിന്ന് അറിയില്ല, ചെമ്പരത്തിപ്പൂവാണ് അവിടെ പൂജിക്കരുത്. ചെറിയ കൊച്ചു, വളരെ ചെറുത്. ഞാൻ എന്ത് ചോദിച്ചാൽ ആ
നല്ല കുങ്കുമൊക്കെ വെള്ളത്തിൽ ചാടി അതൊക്കെ ഞാൻ നെറ്റി തൊട്ട് ഈ ചെമ്പരത്തി എടുത്ത് കാതിലും വെച്ചു. പ്രസാദമല്ലേ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഞാൻ ഓഡിയൻസിന്റെ ഇടയ്ക്ക് വരികയാണ്. എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എനിക്ക് പിടികിട്ടിയില്ല ആദ്യം. കാരണം ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്നത് വേറൊന്നും ചിന്തയില്ല. പിന്നെയാണ് എനിക്ക് ക്ലിക്ക് ചെയ്ത ചിരിയുടെ സ്വഭാവം കണ്ടപ്പം ചെവിയില് ചെവിയില് ഈ ചെമ്പരത്തിയിട്ട് ഒരാള് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് ചെവിയിൽ ചെമ്പരത്തി വെച്ചിട്ട് പോകുമോ? എന്താ തോന്നുന്നത് മറ്റുള്ളവർക്ക്? കാരണം നമ്മൾ ആ ചെമ്പരത്തിക്ക് സങ്കല്പിച്ചിരിക്കുന്നത് അത് വട്ടിന്റെ പൂവായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആണോ? റോസിനെ നമ്മൾ വെച്ചിരിക്കുന്നത് പ്രേമത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ പൂവായിട്ടാണ് ഏതിനെ വെച്ചിരിക്കുന്നത്? ഏതിനെ വെച്ചിരിക്കുന്നത്? റോസിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഓരോന്നിനും ഓരോരോ സങ്കല്പങ്ങളുണ്ട്. ഉണ്ടോ? പറയൂ. ഇതുപോലെയാണ് ഈ വിഗ്രഹങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ചതുർഭുജധാരിയായ വിഷ്ണു എന്തിന്റെ പ്രതീകമാണത്? എന്ത് സങ്കല്പമാണ്? 4 കൈകൾ. അത് പുരുഷാർത്ഥ പ്രതീകമാണ്. ഓർക്കണം, 4 കൈകൾ പുരുഷാർത്ഥ പ്രതീകമാണ്. ഇനിയിപ്പൊ അത് പറഞ്ഞാൽ അർത്ഥാവോ? പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ പഠിക്കണം നമ്മള്. അല്ലാതെ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷം. ഇതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുക. ഭട്ടതിരിപ്പാട് നാരായണീയത്തിലെ ഫസ്റ്റ് ശ്ലോകത്തില് ആ പുരുഷാർത്ഥത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? പുരുഷാർത്ഥത്തെ കുറിച്ച് ഭട്ടതിരിപ്പാട് ഫസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം. ആ വാക്ക് അവിടെ വീഴ്ചു. അപ്പൊ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമം. അതായത് ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് അർത്ഥം. ജീവാത്മാക്കളെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറയാം. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നുള്ള അർത്ഥത്തിലല്ല. പലപ്പോഴും പുരുഷൻ സ്ത്രീ എന്ന വാക്കൊക്കെ ഉണ്ടല്ലോ, സംസ്കൃതത്തിൽ വേദാന്ത ശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആണ് പെണ്ണ് എന്ന സ്ഥൂല അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് ഇതര മതക്കാരൊക്കെ പലപ്പോഴും ഇത് വായിച്ചിട്ട് അബദ്ധങ്ങൾ പറയുന്നത്. പുരുഷൻ എന്ന വാക്കിന് പുരത്തിൽ ശയിക്കുന്ന മനസ്സിനെയാണ് പുരീശൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുരുഷമശ്നുതേ. പുരുഷൻ എന്നാൽ മനസ്സ് എന്നാണ് അർത്ഥം. അപ്പൊ മനസ്സ് കൈവരിക്കേണ്ടതാണ് പുരുഷാർത്ഥം. എന്താ കൈവരിക്കേണ്ടത്? ധർമ്മം കൈവരിക്കണം, അർത്ഥം കൈവരിക്കണം, കാമം കൈവരിക്കണം, മോക്ഷം കൈവരിക്കണം. അപ്പൊ എന്താണ് ധർമ്മം എന്നത്? ധർമ്മത്തിന്റെ പ്രതീകമാണ് ഇടത് കൈയില്, അവിടെ നിന്നാണ് തുടക്കം. അപ്പൊ ധർമ്മത്തിന്റെ പ്രതീകമാണ് ശംഖ്. ശംഖ് പ്രണവത്തിന്റെ പ്രതീകമാണ്. അതായത് ഒരാളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് നാമജപ അനുഷ്ഠാനമാണ്. നാമജപം എന്ന് പറഞ്ഞാൽ വെറുതെ നാമം ജപിച്ചാൽ പോരാ. പ്രാണായാമം, ഓങ്കാരം, ജപം, ഇത് പരമമായ ധർമ്മമാണ്. ഇത് എൻ്റെ വാക്കുകളല്ല പറയുന്നത്. ഭാഗവതം പ്രഥമസ്കന്ധം 2-ാം അധ്യായത്തിൽ പറയും, സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരതോക്ഷതേ അഹൈദുക്യാ പ്രതിഹത ഏ ആത്മാ പരിതുഷ്യതി. അല്ലെങ്കിൽ ഏ ആത്മാ, ഇത് പ്രഥമസ്കന്ധത്തില് 2-ാം അധ്യായത്തില് 5-ാമത്തെ ശ്ലോകത്തിൽ വരുന്ന വാക്കാണ്. 5-ഓ 6-ലെത്തിയിരിക്കുന്നത്. ഒരു ശ്ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്താണ്? യഥോ വൈ പുരുഷം അല്ലല്ല, എന്താണ്? സവൈ പുംസാം പരോധർമ്മോ, ഏറ്റവും പരമമായ ധർമ്മമാണ് ഭക്തി അധോക്ഷതേ. ഭഗവാനിലുള്ള ഭക്തിയാണ് പരമധർമ്മം. അപ്പൊ ഭക്തി എങ്ങനെയാ ഉണ്ടാവുക? നാമത്തിൽ ആസക്തി ഉണ്ടെങ്കിലേ എന്ത് വരുള്ളൂ? ഭക്തി വരുള്ളൂ. അതെന്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്? നാമം ജപിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭ ഉണർന്നു വരിക. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനോബലം ഉണർന്നു വരിക. അപ്പൊ നമ്മളിലെ മനോബലവും നമ്മളിലെ പ്രതിഭയും ഉണർത്താൻ ഏത് വേണം? നിങ്ങൾ ഡെയിലി നാമം ജപിച്ച് കുറെ കഴിഞ്ഞാൽ നിങ്ങൾ പ്രഭാഷകന്മാരായിട്ടുണ്ടാവും.
തമാശയല്ല, തമാശയല്ല ഞാൻ പറയണത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആർക്കുണ്ടാവും? ഇപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ജപിക്കാൻ തുടങ്ങി നോക്കൂ. കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ വലിയ ആത്മീയ പ്രഭാഷണമൊക്കെ ആയിട്ട് നടക്കുന്നു. കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതിഭ ഉണർന്നു വരാൻ തുടങ്ങും. അപ്പൊ അതിന് ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ചില കുട്ടികളൊക്കെ നല്ല ജപിച്ച് 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 നല്ല മിടുക്കന്മാരായിട്ട്. ഒരു ഇടക്കാലത്ത് അമൃത ടി വിയിൽ ഒരു ഉണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു, ഇല്ലേ? നല്ല പ്രഭാഷണമൊക്കെ ചെയ്യുന്ന, അല്ലേ? ധാരാളം ഒരു വേദിയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് മിടുക്കനായിട്ട് അവൻ പറയുക, ഗംഭീരമായിട്ട് സംസാരിക്കും, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ എത്ര എത്ര കുട്ടികള്, എത്ര എത്ര കുട്ടികള്. ചില കുട്ടികളൊക്കെ പ്രഭാഷണം ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ട് കോരിത്തരിച്ചിരുന്നു. അത്ര കഴിവും അത്ര അറിവും ഒക്കെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എനിക്ക് കാലിക്കറ്റിനടുത്ത് സപ്താഹം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു 5ലോ 6ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി കാലിക്കറ്റിന് വന്നാണ്. 6ലോ 7ലോ ഒക്കെയാണ് പഠിക്കുന്നത്. ചെറിയൊരു കൊച്ചു പെണ്ണ്. അത് നാരായണീയം ബൈഹാർട്ടാണ്. അതിന് ഒരു ദശകെട്ടിട്ടൊരു അലക്കാണ് അവിടെ. എല്ലാം അത്ര ഗംഭീരായിട്ട്. ഇത് എവിടുന്ന ഈ കുട്ടിക്ക് ഇത് വരുന്നത്? ആ ചെറുപ്പത്തിലുള്ള അനുഷ്ഠാനം. അനുഷ്ഠാനം ഒരു മുത്തശ്ശിയുടെ കുട്ടിയുടെ അവരങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത് അത് പിന്നെ അവിടെ ഒഴുകി വരികയാണത്. അപ്പൊ നോക്കൂ, ഈ കഴിവ് ഒരാളിൽ മാത്രല്ല, ഈ കഴിവ് എല്ലാവരിലും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? കാലത്തെണീറ്റ ട്യൂഷൻ ഈ മരുന്ന് കൊടുക്കുന്ന പോലെയാണ്. വൈകുന്നേരം വന്നാലും ഒടുക്കത്തെ ട്യൂഷനായിപ്പോയി. അതുകൊണ്ട് കുട്ടികളുടെ ഉള്ളിലുള്ള പ്രതിഭയെ കാണാൻ അവർക്ക് പറ്റുന്നില്ല. ഈ കൃത്രിമമായിട്ട് ഇത് പണ്ട് ഒരു കഥ പറയും. ഈ ലോകത്തില് ഏറ്റവും നല്ല പോലീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ മത്സരങ്ങൾ നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തെ പോലീസുകാരൊക്കെ കൂടെ ആ മത്സരത്തിൽ പങ്കെടുക്കണം. അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ പോയിട്ട് പുലിയെ പിടിക്കണം. ആരെ പിടിക്കണം? ഒരു പുലിയെ പിടിച്ചുകൊണ്ടുവരാൻ. അത് അമേരിക്കൻ പോലീസിനെ ആദ്യം പറഞ്ഞയച്ചു. അവരൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പുലിയെ പിടിച്ചു കൊണ്ടുവന്നു. റഷ്യൻ പോലീസ് പോയി അരമണിക്കൂറിൻ്റെ ഉള്ളില്. പിന്നെ പറയാ കേരളത്തിലെ പോലീസാ പോയതെന്ന്. ഇവര് പോയിട്ട് കാണുന്നില്ല, ഒരു രക്ഷയില്ല. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവര് അന്വേഷിച്ച് കാട്ടിൽ പോയിക്കൊണ്ട് ഇവരൊരു കൊരങ്ങനെ പിടിച്ചു കെട്ടി, പറയടാ ഞാൻ പുലിയാണ്, പറയടാ നീ പുലിയാണെന്ന്. ഇവർക്ക് പുലിയെ കിട്ടിയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? കേരള പോലീസിനെ മോശമാക്കി പറയല്ല, പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല് കള്ളനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കി തൽക്കാലം മാറ്റുക. കുറെ കഴിഞ്ഞിട്ടാ മനസ്സിലാവും ഇവൻ കള്ളൻ അല്ലായിരുന്നു, കള്ളൻ വേറൊരുത്തനായിരുന്നു. ഇല്ലേ? ശരിയല്ലേ അത്? അപ്പോ ഇന്നിപ്പോ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ അതാണ്. ആ കണ്ണൂരൊക്കെ പോയി നോക്കൂ നിങ്ങള്. ഈ വെട്ടിക്കൊല്ലുന്നവനൊന്നല്ല വെട്ടിക്കൊന്നുണ്ടാവുക. അവൻ വെറും പാർട്ടിയുടെ പാവം അവനെ കൊടുത്തു വിട്ടതായിരിക്കും. അവന് ആ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ലേ. ഇവനെ ചെയ്യിച്ചത് വേറെ ചില ടീമുകളായിരിക്കും. ഇല്ലേ? അങ്ങനെ ഇല്ലേ? കൊരങ്ങനെ പിടിച്ചിട്ട് പുലിയാക്കുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി കൊല്ലാത്തവൻ കൊന്നു എന്ന് പറഞ്ഞ് ജയിലിൽ പോകുന്നുണ്ടോ? ഇല്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട. ഇവിടെയുണ്ട് കൊരങ്ങനെ പുലിയാക്കൽ സംവിധാനമൊക്കെ. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? രാഷ്ട്രീയ കൊലപാതകം മൊത്തം അങ്ങനെയല്ലേ? പോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ വിദ്യാഭ്യാസം ആ കുട്ടിയിലുള്ള തനതായ പ്രതിഭയെ കാണാതെ എന്തോ അടിച്ചേൽപ്പിച്ചിട്ട്, നീ എഞ്ചിനീയറാണ് പറയടാ, നീ എഞ്ചിനീയറാ, ഇവൻ അതിനായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. നീ ഡോക്ടറാണ് പറയും, നീ അത് ചെയ്യും. അത് കാണാം നിങ്ങൾക്ക്. എത്രയോ ഇന്ന് പല പ്രൊഫഷണൽ രംഗങ്ങളിലുള്ള ആളുകൾ ആ പ്രൊഫഷൻ അല്ല ചെയ്യുന്നത്. അവർ വേറെ ഏതെങ്കിലും പ്രൊഫഷണലായിരിക്കും അവർ സക്സസ്ഫുൾ ആയിട്ടാവുക. മനസ്സിലായില്ലേ? അവർ പഠിച്ചതൊന്നും ചെയ്യുന്നത് വേറെ. നിങ്ങൾ നോക്കൂ, കോഫി ഡേ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കേട്ടില്ലേ നിങ്ങൾ? കോഫി ഡേ കേട്ടിട്ടുണ്ടോ? അറിയില്ലേ? കർണാടകയിലാണത്. 30,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ ഒരു MD ഉണ്ട്. അയാൾ ഇനി പഠിക്കാത്ത ഡിഗ്രി ഇല്ല, വിദേശത്തൊക്കെ പോയിട്ട്. ആ മനുഷ്യനാണ് മംഗലാപുരം വെള്ളത്തിൽ പോയി മുങ്ങി മരിച്ചത്. കാരണം 9,000 crores കടം വെച്ചിട്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അവള് വെറും ഡിഗ്രിക്കാരിയാണ്, വെറും ഡിഗ്രിക്കാരിയാണ്. അവളതൊക്കെ പഠിച്ചെടുത്ത് അവളുടെ ഒരു ഉപാസനയും, അവള് നല്ല ഉപാസകയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്.
ഇന്നിപ്പോ ആ കടമൊക്കെ തീർത്ത് 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 ആ കമ്പനിയുടെ അസറ്റ് അങ്ങോട്ട് കൂടി. ഇപ്പൊ ഷെയർ നോക്കൂ നിങ്ങൾ, കോഫി ഡേയുടെ ഷെയർ നോക്കൂ. ഒരു 2 കൊല്ലം മുമ്പുള്ള ഷെയറും ഇപ്പോഴത്തെ പ്രൈസ് നോക്കൂ നിങ്ങൾ, എവിടെയാ മാറിയിരിക്കുന്നത്. അപ്പൊ ഇതിന് കഴിവും വിദ്യാഭ്യാസവും തമ്മിൽ പറയൂ നിങ്ങൾ, ഒരു ബന്ധവുമില്ല. ഞാനിത് പറയാൻ കാരണം നിങ്ങൾ ഈ ഈ അരിക്കച്ചവടം, മരക്കച്ചവടം, ഇതൊക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. വലിയ വലിയ ഹോൾസെയിൽ, ഇവർ ഈ കൈ മടക്കിക്കൊണ്ടൊക്കെയാണ് കച്ചവടം. നിങ്ങൾ കണ്ടിട്ടോ അറിയില്ല. ഒരു ടവല് മുകളിലിട്ടിട്ട് കൈവിരൽ കൊണ്ട് അവർ കച്ചവടം ചെയ്യും. പറയുന്നത് ലാക്സിന്റെ ബിസിനസ്സാണ്. പക്ഷെ അവർക്ക് തമ്മിൽ അത് അറിയാൻ പറ്റുക, വിരലുകൾ പിടിക്കുന്നിടത്ത് എത്ര ലാക്സിന്റെ ആണ്. ഒരു വിദ്യാഭ്യാസവും ഉണ്ടാവില്ല. പക്ഷെ അവർക്കത് ചെയ്ത് 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 അതിന്റെ ഒരു എക്സ്പേർട്ടിസം. ആണോ അല്ലയോ നിങ്ങൾ പറയൂ? ആണോ? ശരിയാണോ ഞാൻ പറയണത്? ഈ കൈപുണ്യം എന്നത് MBA പഠിച്ചാൽ, ഈ എന്താണ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാൽ കിട്ടുമോ? നിങ്ങൾ പറയൂ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് ഷെഫായ ഒരുത്തനും നമ്മളെ വീട്ടിൽ ചിലപ്പം അമ്മ ഉണ്ടാക്കുന്ന ദോശ ഇഡ്ഡലിയും തമ്മിൽ ഏതിനായിരിക്കും രുചി ഉണ്ടാവുക? അമ്മ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം അതിന്റെ കൂട്ട് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ ദോശ അത്ര രുചി ഉണ്ടാവണമെന്നില്ല. ആണോ? അതിന് രുചി വരാനുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മളതിന് കൈപുണ്യം എന്നൊരു വാക്കുണ്ട്. എന്താണ് അത്? ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരമ്മയ്ക്ക് മകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവിടെ ഇരിക്കും, ഞാൻ നിനക്ക് കൈപുണ്യം പറഞ്ഞുതരാം. കൈപുണ്ണ് പറഞ്ഞു കൊടുക്കാം നിനക്ക്. ഏത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല? കൈപുണ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് സ്വയം ഉള്ളിൽ നിന്നും വരേണ്ടതാണ്. ചില വലിയ 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 ധാരണക്കാര്, കുക്കുമാരെ കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? ഇത് അങ്ങോട്ട് വാരിയിട്ടു, ഇത് അങ്ങോട്ട് വാരിയിട്ടു, ഇത് ഇങ്ങോട്ട് വാരിയിട്ടു. അതിനെന്തൊരു രുചിയിരിക്കുന്ന സംഭവം. കാരണം എത്ര വാരി ഇടണം എന്നുള്ളത്, ഉപ്പൊക്കെ എത്ര വാരി ഇടണം എന്നുള്ളത് അവരുടെ ഉള്ളിൽ അങ്ങനെ ഉറച്ചിരിക്കുകയാണ്, അല്ലേ? എന്തൊരു അത്ഭുതമാണത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോഴേ യാത്രയൊക്കെ ചെയ്യണം. പുരി ജഗന്നാഥിലൊന്ന് പോകണം. പുരി ജഗന്നാഥ് ക്ഷേത്രത്തില് അവിടെ ഭഗവാൻ ഭോഗപ്രധാൻ 6 സമയം ഭഗവാന് നിവേദ്യമുണ്ട്. എത്ര? 6 ടൈംസ്. 500-ലധികം അടുപ്പുകൾ അവിടെ ഭഗവാന്റെ അടുപ്പിന്റെ എന്താണ്, ഭഗവാന്റെ, അതിനെ അവർ രസോയി എന്ന് പറയും ഹിന്ദിയില്. ഭഗവാന്റെ തിടപ്പള്ളി നമ്മളിവിടെ പറയും, ഇല്ലേ? അങ്ങനെയല്ലേ പറയാ? 600ഓളം അടുപ്പുണ്ട്. ഈ അടുപ്പുകളിലൊക്കെ 6 പ്രാവശ്യം നിവേദ്യം. എത്ര? അതെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ, ഇവിടത്തെ പോലെ പായസം മാത്രല്ല, ചോറ്, പല കറികള്, പിന്നെ അവർ സബ്ജി പറയും, നമ്മൾ ഉപ്പേരി പറയില്ലേ, മെഴുക്കുവരട്ടി പറയില്ലേ, അവിയൽ, തോരൻ പോലെ, ഇതൊക്കെ, പിന്നെ ഒരു പായസം. ഇതെങ്ങനെ ഉണ്ടാക്കുക? പുത്തൻ കുടത്തില് അരി ഇടും, അതിൽ വെള്ളം ഒഴിക്കും. ഓരോ പച്ചക്കറിയും അതിനുള്ള പൊടികൾ നേരത്തെ, ഒന്നും പിന്നെ ഇളക്കാൻ പറ്റില്ല. ഇതൊന്നും ടേസ്റ്റ് നോക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം നിവേദിക്കാനുള്ളതാണ്. ഇപ്പൊ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. പായസം വരെ ഒന്നിന്റെ മുകളിൽ ഒന്നിന്റെ മുകളിൽ ഒന്നിന്റെ മുകളിൽ കുടം വെച്ച് അങ്ങോട്ട് കത്തിക്കും. ഇതെല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ടാവും. കറക്റ്റ് പാകം. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടില്ലേ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പുരി ജഗന്നാഥിലുണ്ടായിരുന്നു. ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് എൻ്റെ കൂടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ആ ഭക്ഷണം, ഇപ്പോഴാണ് ഈ പ്രാവശ്യം, ഞാൻ അനവധി തവണ പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് അത് ആസ്വദിച്ചത് ശരിക്കും, ഭയങ്കരമായിട്ട്. ഇത്ര രുചി അതിനുണ്ടോ എന്നുള്ളത്, അത്ര രുചി. മനസ്സിലാവുണ്ടോ? ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ രുചി നോക്കിയിട്ടില്ല, എല്ലാം വാരിയിട്ടിരിക്കുക. അപ്പം അതിനൊരു കൈപ്പുണ്യം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മൾ അങ്ങനെ ഒന്നും ഇളക്കാതെ രുചി നോക്കാതെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക പറയണോ? അപ്പോ പറഞ്ഞു വരുന്നത്, ചിലതെല്ലാം ഉള്ളിൽ ഉണ്ട്. അതിനെന്ത് ചെയ്യണം? അതിനാണ് ഓംകാരം, അതിനാണ് ജപം, അതിന്റെ പ്രതീകമാണ് ശംഖ്. അതാണ് ധർമ്മം. പിന്നെ അടുത്തത് എന്താണ്? ധർമ്മ, അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അതിന്റെ പ്രതീകമാണ് ഗദ. ഗദ കർമ്മത്തിന്റെ പ്രതീകമാണ്. കർമ്മം ചെയ്താലേ, പണിയെടുത്താലേ പൈസ, സമ്പത്ത് ഉണ്ടാവണം. ഏത് ജോലിയും
നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ, ആ വ്യക്തികൾക്ക് പടിപടിയായി കയറി വരാൻ പറയൂ സാധിക്കും. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് അവനവന്റെ ജീവിതത്തിൽ അങ്ങോട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം അതാണ്. ഇന്നിപ്പോ എല്ലാവർക്കും വലിയ ജോലി ആവശ്യമുള്ളൂ. പക്ഷെ ചെറുതിൽ നിന്ന് വേണം എവിടേക്കെത്താൻ? വലുതിലേക്കെത്താൻ. അപ്പം ആ ചെറുപ്പത്തിൽ തന്നെ ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിൽ ഒരു രസം കണ്ടെത്തുന്നവർക്ക് പിന്നെ ഏത് ജോലി ചെയ്യാനും യാതൊരു വിഷമമുണ്ടാവില്ല. ഇത് നേരെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ എന്താ അറിയോ, വീട്ടിൽ ഒരു സഹായം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇവന് ടെൻഷനായി, ഇവന് സ്ട്രെസ്സായി, ഇവന് വലിയ പ്രശ്നങ്ങളായി. കാരണം ജോലി ആസ്വദിച്ച് ജീവിച്ചിട്ടില്ല ആള്. അപ്പൊ അവിടെയും ഇതൊക്കെ ടെൻഷൻ വരുമ്പോ ആൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ചെറുപ്പത്തിൽ തന്നെ ഏത് കാര്യം ചെയ്യുന്നതിലും ഒരു ആസ്വാദനം, ഒരു സന്തോഷം കണ്ടെത്തുന്നവർക്ക് അത്ര ടെൻഷൻ വളരെ ഉറക്കെ പറയൂ കുറവായിരിക്കും. ആണോ അല്ലയോ? ആണോ? ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ റിപ്പബ്ലിക് ഡേ ടോക്ക് കേൾക്കരുത്. നിങ്ങൾ കേൾക്കണം ഈ പ്രാവശ്യത്തെ. അപ്പൊ അദ്ദേഹം പറയാണ്, സത്യം അതൊന്ന് കേൾക്കണം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ RSSന്റെ പ്രവർത്തകനായിട്ട് നടന്നതാണ്. അങ്ങനെ രാജ്യം മുഴുവൻ നടന്ന് ചെരുപ്പില്ലാതെ നടന്നു എന്നൊക്കെയാ പറയണത്. എങ്ങനെ? ഇങ്ങനെയൊക്കെ നടന്ന് ഈ രാജ്യം മുഴുവൻ കറങ്ങിയിട്ടുള്ള ആളായിരുന്നു. നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ അതിനെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അനുഭവമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം നേരെ അങ്ങോട്ട് കയറി വന്നാൽ അത് ഭരിക്കാൻ ശരിയാവില്ല. അതാണ് മൻമോഹൻ സിംഗിനൊക്കെ പറ്റിയതും വ്യത്യാസം. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനുള്ള ഒരു കഴിവ് എവിടെയോ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കൂ, കോൺഗ്രസ്സുകാർക്ക് പോലും വേണ്ടാത്ത ആളായി മാറി ആര്? മൻമോഹൻ സിംഗ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രമേ അവർ വെക്കാതെ 10 കൊല്ലം ഭരിച്ച ആളാണ് പറയുന്നത്. അപ്പൊ എന്താ പറ്റിയത്? ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ അദ്ദേഹത്തിന് പറയൂ, സത്യമല്ലേ ഇത്? സത്യമാണോ ഇത്? അപ്പൊ നോക്കൂ, അദ്ദേഹം എടുക്കാത്ത ഡിഗ്രി ഇല്ല. ബഫലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD, അതുപോലെ തന്നെ അദ്ദേഹം കുറെ കാലം അമേരിക്കയിൽ അദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം എക്കണോമിക്സിൽ ഇനി എടുക്കാത്ത റിസർച്ചുകളിൽ ഇത്രയൊക്കെ വലിയ പണ്ഡിതനായിരുന്നു. ഇവിടുത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു. എന്തിന്റെ കുറവാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്? പക്ഷെ ജനങ്ങളുമായിട്ട് യാതൊരു വെറും പപ്പറ്റായിപ്പോയി. അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു സ്നേഹബന്ധവും അദ്ദേഹത്തിനോട് ഉണ്ടായില്ലേ? ശരിയാണോ? ശരിയല്ലേ ഞാൻ പറയണത്? ഇപ്പൊ നോക്കൂ, വെറും മപ്പിനെ പോലെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ കർമ്മത്തിൽ ഒരു രസം കണ്ടെത്തണം. ഏത് കർമ്മത്തിലും ഒരു രസം കണ്ടെത്തണം, വേണ്ടേ? അപ്പോഴാണ് സമ്പത്ത്. യഥാർത്ഥ സമ്പത്ത് പണം മാത്രമല്ല, കഴിവുകളാണ് സമ്പത്ത്. കഴിവുള്ളവന് എവിടെയും സ്ഥാനമുണ്ട്. ഉണ്ടോ? ആണോ അല്ലയോ? നിങ്ങൾ നോക്കൂ, ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ആണ്. ശശി തരൂർ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതല്ലേ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെ പല രാജ്യത്തിലേക്ക് അയച്ചത്. ആണോ? ആണോ അല്ലയോ? എന്നാൽ ഇവിടുന്ന് കുറെ പേര് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞാൽ തന്നെ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ചിലപ്പം ഉദ്ദേശിച്ചതൊന്നും പറഞ്ഞ് അവതരിപ്പിക്കുമ്പോ വേറൊന്നുമായി മാറുന്ന ആളുകളാണുള്ളത്. ആണോ? ഒരു വിദ്വാൻ നമ്മുടെ നിയമസഭയിൽ പറഞ്ഞാണ്, നമുക്ക് സിലബസുകളൊക്കെ മാറ്റാറായിരുന്നു. അപ്പൊ വേറൊരു വിദ്വാൻ പറയും, ചില ബസ്സിലെ എല്ലാ ബസ്സും മാറ്റണം എന്ന്. സിലബസ് എവിടെ കിടക്കണം, ബസ് എവിടെ കിടക്കണോ? മനസ്സിലായില്ലേ? അപ്പൊ സിലബസ് മാറ്റണം എന്ന് പറഞ്ഞപ്പോ പറയാണ്, ചില ബസ് മാത്രം മാറ്റിയ പോരാ, എല്ലാ ബസ്സും മാറ്റാറായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗംഭീരത എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തൊക്കെ പോട്ടെ, ഇത് പറയാൻ പോയാൽ വെറുതെ അനാവശ്യ രാഷ്ട്രീയം. അപ്പോ പറഞ്ഞു വരുന്നത്, കഴിവാണ് സമ്പത്ത്. എന്താണ്? കഴിവാണ്. അമ്മമാരുടെ കൈപ്പുണ്യല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. ആണോ? അതുകൊണ്ടാണ് ചിലര് ഭാര്യയോട് പറയും, എൻ്റെ അമ്മയുടെ കൈപ്പുണ്യൊന്നും നിനക്കില്ലല്ലോ, എൻ്റെ അമ്മയുടെ ഒരു കൈപ്പുണ്യം എന്താന്നുള്ളത്. ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ചില സാധനങ്ങൾ അമ്മമാരുണ്ടാക്കിയാൽ അതിനൊരു രുചി വളരെ കൂടുതലാണ്. ആണോ? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങള്?
ഇപ്പൊ അതൊക്കെ മറന്നോ? കാരണം ഈ പൊട്ട കഴിച്ച് 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 നല്ലത് ഏതാ ചീത്തത് ഏതാ? ഈ പൊടികളൊക്കെ കടയിൽ വാങ്ങി കിട്ടുമല്ലോ. പൊടികളൊക്കെ ഇട്ടുള്ള സാമ്പാർ ഉണ്ടാക്കി മകള് അങ്ങനെ മക്കൾക്ക് കൊടുത്തു. ഒരു ദിവസം മക്കളൊക്കെ കൂടെ മുത്തശ്ശി കാണാൻ വന്നു. അപ്പൊ അമ്മൂമ്മ പാവം നല്ല ഈ തൃശ്ശൂർ സാമ്പാറിന് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ സാമ്പാർ പോലെയല്ല. അവിടെ നല്ല വറുത്തരച്ചിട്ടൊക്കെയാണ് പാലക്കാട് സാമ്പാർ എന്ന് പറയും ഇല്ലേ? അവിടുത്തെ സാമ്പാർ അങ്ങനെയാണ്. ഇവിടെ വറുത്തരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് തീയൽ എന്ന് പറയും. ഇവിടെ തന്നെ പറയാ, ആണോ? ആ, അപ്പൊ അങ്ങനെ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പം ആ കുട്ടിയുടെ ഇത് എന്ത് സാമ്പാറാണെന്ന് പറഞ്ഞു. എടാ ഇതാണ് ഒറിജിനൽ സാമ്പാർ എന്ന്. അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നു. അത് മരപ്പൊടിയിൽ കളർ ചേർത്ത സാധനമാണ്. അപ്പൊ ഈ പല മരപ്പൊടിയിലും കളർ ചേർത്ത സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കി കുട്ടിയുടെ വിചാരം അതാണ് സാമ്പാർ എന്നുള്ളതാണ്. ഒറിജിനൽ കഴിച്ചാൽ പോലും ടേസ്റ്റ് ഇല്ല. കാലം മാറി. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ നിങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, പൊറോട്ടയ്ക്ക് എന്തൊരു ഡിമാൻഡാണ്. കാരണം ബീഹാറിയുടെയും ബംഗാളിയുടെയും അധ്വാനമാണ് അതില്. അവരുടെ കൈപുണ്യം നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കൂടി അവൻ തലയിലൊക്കെ കെട്ടി അടിച്ച് ഇടിച്ച് പരുവത്തിലാക്കി അവസാനം ഈ കെട്ടെടുത്തിട്ട് അതിന്റെ മുകളിൽ കിട്ടും. കാരണം അവന്റെ അധ്വാനത്തിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണ്ടേ. ഇതാണെങ്കിൽ അപ്പോഴേക്കും നല്ലവണ്ണം വേർത്ത് പിഴിഞ്ഞാൽ വെള്ളം വരുന്ന ഭാഗത്തിലായിട്ടുണ്ടാവും. ഇതെടുത്തിട്ടാണ് ഇവൻ ഈ പൊറോട്ട മാവിന്റെ മുകളിൽ അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് നിങ്ങൾ പറയും, ഓ ബംഗാളിയുടെ ഒരു രുചി, അവന്റെ അധ്വാനത്തിന്റെ കൈപുണ്യം ഈ തരത്തിലാക്കിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഏതായാലും പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യന്റെ കഴിവാണ് അവന്റെ ഏറ്റവും വലിയ സമ്പത്ത്. കഴിവുണ്ടോ പണമൊക്കെ താനെ വരും. പണത്തെ സമ്പത്തായി കണ്ടപ്പോഴാണ് മനുഷ്യൻ അധപ്പതിച്ചു പോയത്, അല്ലേ? ആണോ അല്ലയോ? കഴിവുള്ളവർക്ക് എവിടെ പോയാലും അവൻ സമ്പത്ത് നേടിയിട്ടുണ്ടാവും. ഉണ്ടാവില്ലയോ? അതാണ് കുട്ടികൾക്ക് പറഞ്ഞത്, കഴിവുള്ളവരാവുക. കഴിവേറരുത്, കഴിവുള്ളവരാവുക. കഴിവേറിക്കഴിഞ്ഞാൽ ആരായി? കഴിവുള്ളവരാവുക. കഴിവേറിക്കഴിഞ്ഞാൽ ആരായി? ആ ഭാഷ പറയരുത്. കഴിവേറികളായ നന്നല്ല. മൂന്നാമത്തതാണ് താമര. താമര സമചിത്തതയുടെ പ്രതീകമാണ്. ഇതിന്റെ കാമം എന്ന വാക്കിനർത്ഥം ഒരു സെക്ഷൽ ഡിസയർ എന്നുള്ള അർത്ഥത്തിലേക്ക് മനുഷ്യൻ പോയതാണ്, ആ ലെവലിൽ കുരുങ്ങിപ്പോയത്. കാമം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ സമചിത്തതയാണ്. സമചിത്തമായ മനസ്സിന് ഏതിലും രസിക്കാൻ പറ്റും, ഏതിലും ആനന്ദിക്കാൻ പറ്റും. നിങ്ങൾ ജപിച്ച് 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 കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ, എന്തും ആസ്വദിക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ, കഞ്ഞിയായാലും അതിനൊരു രുചിയുണ്ടെന്ന്. മനസ്സിലായില്ലേ? മനുഷ്യന് ഒറ്റയ്ക്കിരുന്നാലും ആനന്ദം, കൂടെ ആളുണ്ടെങ്കിലും ആനന്ദം. ഇത് വരണമെങ്കിൽ മനസ്സിനൊരു സമചിത്തത വരണം. സമചിത്തതയുടെ പ്രതീകമാണ് ഇത് താമര. കാരണം വെള്ളത്തിൽ നിന്നും ഉയർന്ന് സൂര്യകിരണം തട്ടുമ്പോൾ വിടരുന്ന താമരപ്പൂ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ മനസ്സ് ഉയരണം. എവിടുന്ന് ഉയരണം? ഈ മനസ്സ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സംസാര സാഗരമുണ്ട്, ഒരു ചളിക്കുണ്ടുണ്ട്. അത് ഏതിന്റെ ചളിക്കുണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയുടെ ചളിക്കുണ്ട്. ഏതാണ്? ഒരു സ്വാർത്ഥതയുടെ ചളിക്കുണ്ടുണ്ട്. ആ സ്വാർത്ഥതയിൽ നിന്നും ജപിച്ച് ജപിച്ച് മനസ്സിനെ ഉയർത്തുമ്പോൾ ആ മനസ്സൊരു നിസ്വാർത്ഥമാവും. നിസ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നാലും എങ്ങനെ ഇരുന്നാലും അതിലൊക്കെ ഒരു സുഖവും ആനന്ദവും സന്തോഷവും വരാൻ തുടങ്ങും. സ്വാർത്ഥ മനസ്സുള്ളവർക്ക് അവരുടെ സ്വാർത്ഥ ഇഷ്ടങ്ങളിലെ സുഖം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ആണോ? ആണോ? എന്നാൽ സ്വാർത്ഥതയിൽ നിന്ന് ഉയരും തോറും എങ്ങനെ ഇരുന്നാലും അവർക്കവിടെ ഒരു സുഖവും സന്തോഷവും കണ്ടെത്താൻ പറ്റും. മനസ്സിലാവുണ്ടോ? അത് ജപത്തിലൂടെ മനസ്സിനെ ഉയർത്തണം. അതാണ് കാമം. കാമം എന്നാൽ സമചിത്തത എന്നർത്ഥം. അവസാനം ചക്രം എന്നത് കൊല്ലാനുള്ളതല്ല, ചക്രം എന്നത് സമദർശനമാണ്. ചക്രം എന്നത് സമദർശനത്തിന്റെ ചക്രമാണ്. ചക്രം എന്നുള്ളത് ഒന്നും കൂടി ഓർക്കുക, ഞാൻ പറഞ്ഞത് പൂർണ്ണതയിൽ നിന്നും വന്നത് തിരിച്ച് പൂർണ്ണതയിലേക്ക് എത്തണം. അപ്പൊ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ മനുഷ്യന് മനസ്സിലാവും, എല്ലാവരും വാസ്തവത്തിൽ ഒരു സത്യത്തിന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണെന്ന്. ആ ഭാവത്തിൽ വേണം നമ്മൾ ചുറ്റുപാടിനെ കാണാൻ. ആരും വലിയവരുമല്ല, ആരും
ചെറിയവരുമല്ല. കാരണം ഒരേ ഈശ്വരന്റെ വൈവിധ്യ രൂപങ്ങള്, ഒരേ കൈത്തണ്ടയിൽ 5 വ്യത്യസ്ത വിരലുകള്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യതേ, സ്ഥാവരം ജംഗമം വിഷ്ണു, സർവം വിഷ്ണുമയം ജഗത്. വിഷ്ണു ആരാണ്? സർവം വിഷ്ണുമയം. എല്ലാം ആരാണ്? വിഷ്ണു തന്നെ എന്നുള്ളൊരു ദർശനത്തിലേക്ക് എത്തുമ്പോൾ ആ ദർശനത്തിന്റെ പേരാണ്, അവസാനത്തെ ഒരു ദർശനമുണ്ട്, ആത്മദർശനം. ആ ദർശനം തന്നെയാണ് ബ്രഹ്മദർശനം. എന്താണ്? അങ്ങനെയൊക്കെയുള്ളൊരു ദർശനത്തിലേക്ക് മനസ്സിനെ ഉയർത്തിയെടുക്കാൻ, പാകപ്പെടുത്താനാണ് വിഷ്ണു ഭഗവാൻ 4 കൈകളിൽ 4 ആയുധം വെച്ചു. വാസ്തവത്തിൽ അത് തൊഴുതു പോകാനുള്ളതല്ല, അത് നേടിയെടുക്കാനുള്ളതാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ. അത് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, കാരണം സമയം പറക്കുന്നു. ഇനി കൃഷ്ണന്റെ ഓരോ ലീലകളും ഇതുപോലെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ഇറ്റ്സ് എ ഗ്രേറ്റ്. ഭാഗവതം എന്ന് പറയുന്നത് ഒരു വലിയൊരു ടെക്സ്റ്റാണ്. ഇത് വെറും ഒരു കഥാപുസ്തകമല്ലത്. ഇതിൻ്റെ ഉള്ളിൽ അത്രയും ആഴത്തിലാണ് ഋഷി അറിവുകളെ ഒളിപ്പിച്ചു വെച്ച്. ഞാൻ പറയാം, പരോക്ഷവാദോയം ശ്വേത. പരോക്ഷമായി പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളത് പഠിച്ചെടുക്കണം, നമ്മളത് കടഞ്ഞെടുക്കണം. പാലിൽ വെണ്ണയുണ്ട്, പക്ഷെ അത് തൈരാക്കി എന്ത് ചെയ്യണം? കടയാതെ എങ്ങനെ വെണ്ണ കിട്ടുക? വെറുതെ വെണ്ണയെ വാന്ന് പറഞ്ഞിട്ട് കിട്ടുമോ? ഇതുപോലെയാണ് ഭഗവാൻ നിറയെ വെണ്ണ തന്നു വിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളില്. കഴിവിന്റെ വെണ്ണ, ശക്തിയുടെ വെണ്ണ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് നാമജപാദി അനുഷ്ഠാനങ്ങളിലൂടെ ഒന്ന് കടയാതെ തൊഴുതുപോയാൽ നിങ്ങളുടെ ഉള്ളിൽ വെണ്ണയുണ്ടായിട്ടും കാര്യമില്ല, അത് അവിടെ ഇങ്ങനെ കിടക്കും. മനസ്സിലായില്ലേ? ഉള്ളിലുള്ളതിനെ കടഞ്ഞെടുക്കണം. അതിനു വേണ്ടിയാണ് ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നൊരു ബോധം നമുക്കുണ്ടാവട്ടെ. അപ്പൊ സോറി, ഒരു 10 മിനിറ്റ് അധികം എടുത്തു. എല്ലാവരും കാപ്പി അടിച്ച് വേഗം വരിക, വേഗം വന്ന് നമുക്ക് അടുത്ത സെഷൻ കാണാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.